ഭക്തിയെ, പരമമായ ഭക്തിയെ ഭഗവാൻ പറയുന്നു. മത് ഭക്തിം ലഭതേ. അതുകൊണ്ട് ആ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിലൊന്നുമില്ല, ഭഗവാൻ മാത്രം. മത് ഭക്തി. നമുക്കങ്ങനെയുണ്ട്, പരിവാരങ്ങളെയും കൂടെ നമ്മൾ കണക്കിലെടുക്കും. ഇവിടെ പരിവാരമൊന്നുമില്ല എന്ന് പറയാം. ഭക്ത്യാ മാമഭിജാനാതി യാവാന്യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യഹ ച അസ്മി തത്വതഃ തതോ മാം തത്വതഃ ജ്ഞാത്വാ വിശതേ തദനന്തരം. സഹ അവൻ, ആര്? നേരത്തെ പറഞ്ഞ ആ ഭക്തൻ, പരമമായ ഭക്തിയെ പ്രാപിച്ചിട്ടുള്ള അവൻ. എങ്ങനെ? ഭക്തിയാ, ഭക്തി കൊണ്ട്. ഭക്തിയെ 12ാം അധ്യായം എടുക്കുന്ന സമയത്ത് നാരദ ഭക്തിസൂത്രത്തിലെ പല സൂത്രങ്ങളും സ്വാമി പറഞ്ഞിട്ടുള്ള സൂത്രത്തിൽ നിങ്ങളത് മറന്നു പോകരുത്. സാത്വ അസ്മിൻ പരമപ്രേമരൂപ. ഇതാണ് നാരദർക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. എന്താണ്? ഭക്തിയെ ഞങ്ങൾ വ്യാഖ്യാനിക്കാം. എങ്ങനെയാണ്? സാത്വ അസ്മിൻ പരമപ്രേമരൂപ. അതാകട്ടെ, ആ ഭക്തിയാകട്ടെ, അസ്മിൻ ഇവനിൽ, ഇതിൽ ഉള്ള പരമമായ പ്രേമം. അതിനെയാണ് ഇവിടെ ഭഗവാൻ ഭക്തിയ എന്ന് പറഞ്ഞത്. അതില് യാതൊരുവിധ എന്താ പറയുക, ഈ ക്ഷേത്ര ദർശനങ്ങളോ അല്ലെങ്കിൽ കുറിയുടെ വലിപ്പമോ ഈ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഒന്നും പെടില്ല എന്ന് പറയാം. അതിലെ ആഴ്ചകളൊന്നുമില്ല. അതിൽ രാവിലെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാറുള്ളൂ, അതൊക്കെ വേറെ, നമ്മൾ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ചില ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളതാ. അതൊന്നുമല്ല ഇവിടെ പറയുന്ന ഭക്തി. ഇതുവരെ നമ്മള് ഭക്തി 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 എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ ചെയ്തത്? പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും സ്വാമി ചില 1-2 പേര് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാ. 1-2 ഇത് ഒരുപാട് പേര് പറയുന്നതാ. ഒരൊറ്റ ചൊവ്വാഴ്ച ഞാൻ മുടക്കാതെ ദേവീക്ഷേത്രത്തിൽ പോവും, അവിടെ പോവും, ഇവിടെ പോവും. മാത്രമല്ല ഞാൻ ചൊവ്വാഴ്ച പള്ളിയിലും പോവാറുണ്ട്. പോരെ? അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് പറയാം. പ്രശ്നപരിഹാരത്തിനായിട്ട് നാം കൈക്കൊള്ളുന്ന ഏതെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളിക്കലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കലോ പ്രത്യേക സ്ഥലത്ത് ഇത്ര പ്രദക്ഷിണം വയ്ക്കലോ ഒന്നുമല്ല. അതിനെ നിർവചിച്ച് കഴിഞ്ഞു. ഇനി അതിൽ സമയമില്ല, ഓർമ്മിപ്പിക്കുകയാണ് അതിനെ. ഭക്തിയാ മാം എന്നെ, യഹ യാതൊരുവൻ, യാവാൻ 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 ച അസ്മി എങ്ങനെ എങ്ങനെ ഇരിക്കുന്നവനെന്നും തത്വതഃ എന്ന് പറഞ്ഞാൽ താത്വികമായി ഉള്ളവണ്ണം. തത്വതഃ എന്ന് പറഞ്ഞാൽ അതുപോലെ കലർപ്പില്ലാതെ താത്വികമായി ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാ. ജന്മ കർമ്മചമേ ദിവ്യം യോ വേത്തി തത്വതഃ. എന്റെ ജന്മത്തെയും എന്റെ കർമ്മത്തെയും താത്വികമായി അറിയണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഭഗവാന്റെ ജന്മത്തെ സാധാരണയുള്ള ഒരു ജന്മമായിട്ടല്ല കാണേണ്ടത്. ഭഗവാന്റെ കർമ്മത്തെ സാധാ കർമ്മമായിട്ടല്ല കാണേണ്ടത്. അതിനെ താത്വികമായി അറിയേണ്ടതുണ്ട്. അതൊക്കെ സന്ദർഭത്തിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലേ. തത്വതഃ വാസ്തവമായിട്ട് അഭിജാനാതി അറിയുന്നു അവൻ. തതഃ അനന്തരം എന്നിട്ട് മാം എന്നെ എന്ന് പറഞ്ഞ പരമാത്മാവിനെ തത്വതഃ വീണ്ടും താത്വികമായി ജ്ഞാത്വ അറിഞ്ഞിട്ട് തദനന്തരം അനന്തരം വിശദേ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്നു. വിശദേ പ്രവേശിക്കുന്നവനാണ് വൈശ്യൻ എന്ന് പറയാറുണ്ട് ഭഗവാനിലേക്ക്. അപ്പൊ അങ്ങനെ ഭഗവാനിലേക്ക് പ്രവേശിക്കണം. എങ്ങനെയാ പ്രവേശിക്കേണ്ടത്? താത്വികമായിട്ട്. തത്വവിചാരത്തിലൂടെ ഭഗവാനും നാമും ഒന്നായി തീരേണ്ടതുണ്ട് എന്ന് പറയും. തുടർന്ന് സർവകർമാണ്യപി സദാ കുർവാണോ മദ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. സർവകർമാണി അപി സദാ കുർവാണഃ മദ്വ്യപാശ്രയഃ മത്പ്രസാദാത് അവാപ്നോതി ശാശ്വതം പദം അവ്യയം.
സർവകർമാണി, സകല കർമ്മങ്ങളെയും ഒന്നൊഴിയാതെ, സദാ കുർവാണഃ, എപ്പോഴും, സദാ കുർവാണഃ അപി, എപ്പോഴും ചെയ്യുന്നവനായിരുന്നാലും, സർവകർമാണി സദാ കുർവാണഃ അപി, ഏത് കർമ്മങ്ങളും എന്തൊക്കെ ചെയ്യാനുണ്ടോ ആ കർമ്മങ്ങൾ, സകല കർമ്മങ്ങളെയും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവനായിരുന്നാലും, മത് വ്യപാശ്രയഃ, എന്നെ ആശ്രയിച്ചിട്ടുള്ളവൻ, മത് പ്രസാദാത്, എന്റെ അനുഗ്രഹം കൊണ്ട്, എന്റെ പ്രസാദം കൊണ്ട്, ശാശ്വതം അവ്യയം പദം അവാപ്നോതി, എന്റെ ശാശ്വതമായ, ഭഗവാന്റെ ശാശ്വതം എന്ന് പറഞ്ഞാൽ 15-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. എന്താണ്? തദ്ധാമ പരമം മമ, അല്ലെ? എന്റെ പരമമായ ധാമം അതാണ്. അതിന്റെ വിശേഷം എന്താണ്? യത് ഗത്വാന നിവർത്തന്തേ, അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല. അതെന്താണ്? ആനന്ദം എന്ന് പറയാം. അതിൽ കുറഞ്ഞതല്ല, അതിൽ കുറഞ്ഞ ഒന്നുമില്ല ഭഗവാൻ എന്ന് പറയാം. സച്ചിദാനന്ദം. അവൻ എന്തുണ്ടാവുന്നു? ശാശ്വതം അവ്യയം, ശാശ്വതമായ, ശാശ്വതം എന്ന് പറഞ്ഞാൽ നിത്യമായ, മുറിവില്ലാത്ത, അതൊരിക്കൽ ലഭിച്ചാൽ പിന്നെ അത് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് പറയാം. മറ്റുള്ള ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും അവിടെയാണ് യോഗവും ക്ഷേമവും ഉള്ളത്. ഇവിടെ നേടിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാണ് ഭഗവാൻ അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞത്, അഹം വഹാമി എന്ന് പറയുന്നത്. ശാശ്വതം അവ്യയം പദം അവാപ്നോതി, ശാശ്വതമായ നാശരഹിതമായ ആ സ്ഥാനത്തെ അവാപ്നോതി, പ്രാപിക്കുന്നു. ആ കാര്യം നിന്റെ ചാവി എന്റെ കയ്യിലാന്ന് പറയും ഭഗവാൻ. അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. തുടർന്ന് ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്ത സതതം ഭവ. വീണ്ടും ഇതൊക്കെ കേൾക്കുമ്പം എന്തെങ്കിലും സംശയം ഉണ്ടാകുന്നുവെങ്കിൽ ഭഗവാൻ അതിനെ വളരെ നേരത്തെ നോക്കി കാണുന്നു, മനസ്സിലാക്കുന്നു, തിരുത്തുന്നു എന്ന് പറയാം. നമ്മുടെ മനസ്സിലൊരു സംശയം ജനിക്കുമ്പോഴേക്കും അത് തിരുത്തി തരുന്നുണ്ട് ഗീത. ചേതസ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗം ഉപാശ്രിത്യ മച്ചിത്ത സതതം ഭവ. ചേതസ, മനസ്സുകൊണ്ട്, സർവകർമാണി മയി സന്യസ്യ, അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഗീതയിൽ. ചേതസ സർവകർമാണി മയി സന്യസ്യ, മനസ്സുകൊണ്ട് എല്ലാ കർമ്മങ്ങളെയും എന്നിൽ സമർപ്പിച്ചിട്ട്. ഇതേ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറയും. അപ്പൊ മനസ്സുകൊണ്ട് ഭഗവാൻ അത് പറഞ്ഞിട്ടുണ്ട് വളരെ മുൻപ്. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മതർപ്പണം. വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അർജുന, നീ എന്ത് ചെയ്യുന്നുവോ, നീ എന്ത് കൊടുക്കുന്നുവോ, നീ എന്ത് മേടിക്കുന്നുവോ, എന്താ യാഗങ്ങള്, ഹോമങ്ങള് ഇത്യാദികളൊക്കെ നീ എന്തൊക്കെ ചെയ്യുന്നുവോ, മത് കുരുഷ്വ മതർപ്പണം, എന്നിൽ സമർപ്പിച്ചുകൊണ്ടാകട്ടെ എന്ന് പറയാം. അപ്പൊ അതിനെ ഭഗവാൻ ഇവിടെ വീണ്ടും പറയാണ്. എന്താ പറയുന്നത്? ചേതസാ സർവകർമാണി മയി സന്യസ്യ, മനസ്സുകൊണ്ട് ഇത് ചെയ്തുകൂടെ എന്നാ. അതുകൊണ്ട് ഗോപികൾ ഇതിനൊരു ഉത്തമ ഉദാഹരണങ്ങളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. അവരുടെ കർമ്മങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. അവർ രാവിലെ എഴുന്നേൽക്കുന്നതും പശുവിനെ കറക്കുന്നതും പിന്നെ മുറ്റടിക്കുന്നതും കുട്ടികളെ കുളിപ്പിക്കുന്നതും എല്ലാം ആ ഭഗവത് കർമ്മങ്ങളായിട്ട്, ഭഗവാന് വേണ്ടി ചെയ്യുന്നതായിട്ട്. ഇതിനെയാണ് മയി സന്യസ്യ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഭഗവാനിൽ സമർപ്പിക്കുക, ഭഗവാനിൽ സന്യസിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒരു രൂപത്തെയും അല്ലെങ്കിൽ ഒരു നാമത്തെയും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി വലിയ ശ്രമം നടത്തും. അതിന്റെ ആവശ്യമില്ല എന്നാണ്. അതെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ചിലർ പറയാറില്ലേ, ഈശ്വരനാമം ചൊല്ലിക്കൊണ്ട് ചെയ്യണം എന്ന്. പക്ഷെ ഈശ്വരനാമം ചൊല്ലലേ ഉള്ളൂ എന്ന് പറയാം. മനസ്സ് വേറെ എവിടെയോ ആണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് എന്താണ്? മനസ്സിനെയാണ് എനിക്ക് ആവശ്യം എന്ന് പറയാം. നിന്റെ ഈ ആദരവ്യായാമൊന്നുമല്ല ആവശ്യം, മനസ്സിനെയാണ് എനിക്ക് ആവശ്യം. ഭഗവാൻ അല്ലെങ്കിൽ എങ്ങനെ പറയായിരുന്നല്ലോ, സഹസ്രനാമം ചൊല്ലിക്കൊണ്ട്
അങ്ങനെയാണെങ്കിൽ നമ്മളെടുത്ത് കുറെ നാമങ്ങളുണ്ടല്ലോ. അഷ്ടോത്തരമുണ്ട്. എത്ര അഷ്ടോത്തരമുണ്ട്? അയ്യോ, വീട്ടിൽ എത്ര അഷ്ടോത്തരമുണ്ട്? 62 അഷ്ടോത്തരങ്ങളുള്ള പുസ്തകമുണ്ട്. ഏതൊരു എല്ലാ വീട്ടിലും കാണാം. എന്നിട്ട് ഓരോന്നിന്റെ ഇടയിൽ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഇന്നത് 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 ഇന്നത്. മനസ്സ് ഇവിടെ ഒന്നുമില്ല എന്ന് പറയാം. മനസ്സ് സമർപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താ പറയുന്നത്? ചേതസ, മനസ്സുകൊണ്ട് ഇത് സമർപ്പിക്കേണ്ടതുണ്ട്, ഭഗവാനിൽ സന്യസിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ മനസ്സ് ശ്രദ്ധിക്കുക. മനസ്സുകൊണ്ട് സ്വാമി എങ്ങനെയാണ് ഭഗവാനിൽ സമർപ്പിക്കുക? അതൊന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞിട്ടുള്ളതാണ്. മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം അറിയുക, ഭഗവാൻ എന്ന് പറഞ്ഞാൽ വീണ്ടും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇതം ഈശാവാസ്യം ഇതം സർവം. അപ്പൊ മനസ്സ് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതായത് ചെയ്യുന്ന പ്രവൃത്തിയിൽ 100% ശ്രദ്ധ ഉണ്ടായിരിക്കുക. ആ സമയത്ത് ഞാനൊരു എഴുത്തെഴുതുന്നു. ആർക്കെഴുതുന്നു? എൻ്റെ മകൾക്ക് എഴുതുന്നു, അല്ലെങ്കിൽ മകൻ എഴുതുന്നു, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും. അപ്പൊ അവിടെ എന്ത് വേണം? ആ ഒരു പൂർണ്ണമായ ശ്രദ്ധയിൽ വേണം ഇത് എഴുതാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നു, ഭക്ഷണം പാകം ചെയ്യും, ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ആ സമയത്ത് മനസ്സിനെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാതെ കരചരണങ്ങൾ എവിടെയാണോ മനോബുദ്ധികൾ അവിടെ. ഇതാണ് സമർപ്പണം. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഈശ്വരനെ നിങ്ങൾ കെട്ടിവലിച്ച് അവിടെ കൊണ്ടുവന്ന് ബഹളം ഉണ്ടാക്കണ്ട. അത് ബുദ്ധിമുട്ടാണത്. കാരണം ഈശ്വരൻ ഇല്ലാത്തൊരിടമില്ല എന്ന് പറയാം. അതുകൊണ്ട് മനസ്സുകൊണ്ടറിയാം ഞാൻ ചെയ്യുന്ന ഈ ജോലി സമ്പൂർണ്ണ സമർപ്പണം. ആ ജോലിയിൽ സമർപ്പിക്കുക. അത് തന്നെ സന്യസിപ്പിക്കല്. മത്പരഹ, ആ പരമാത്മ തത്പരനായിട്ട് ബുദ്ധിയോഗത്തെ ഉപാശ്രിത്യ, ആശ്രയിക്കേണ്ടത് ബുദ്ധിയോഗത്തെയാണ് എന്ന് പറയാം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധൗ ശരണം അന്വിച്ച, ബുദ്ധിയെ ശരണം ഗമിച്ചാലും. നമ്മൾ അതൊക്കെ പഠിച്ചതാണ് അല്ലേ? എപ്പോഴാണ് പഠിച്ചത്? ഞാൻ സൂര്യന് ഉപദേശിച്ചു, സൂര്യൻ മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ഇങ്ങനെ പരമ്പരയാ നിലനിന്നു. അവിടെയാണ് ഭഗവാൻ താത്വികമായി അറിയണം എന്നും പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? സമഷ്ടിയിലെ സൂര്യൻ വ്യഷ്ടിയിലെ ബുദ്ധിയാണ്, ബുദ്ധി രൂപത്തിലിരിക്കുന്നു അല്ലേ? ബുദ്ധി ആർക്ക് പറഞ്ഞു കൊടുത്തു? മനസ്സിന് പറഞ്ഞു കൊടുത്തു. മനു മനസ്സിന്റെ പ്രതീകം എന്ന് പറയാം. മനു ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. ഇക്ഷ്വാകു രാജാവ്, ചെയ്യേണ്ടുന്നവൻ എന്ന് പറയാം, പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടുന്നവൻ. നമ്മെ സംബന്ധിക്കുന്ന ഇക്ഷ്വാകു ഇന്ദ്രിയങ്ങൾ തന്നെ എന്ന് പറയാം. അപ്പം ബുദ്ധിയിൽ നിന്ന് മനസ്സിലേക്ക്, മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്ക്. ഭഗവാൻ ഇതിനെ തൊട്ട് മുമ്പ് പറഞ്ഞു വെച്ചു ഇതിന്റെ ചേർച്ചയെ. ഇതിലൊരു താളത്തിൽ ഇത് നടക്കട്ടെ എന്ന് പറയാം. അപ്പൊ ബുദ്ധി ഒന്ന് മനസ്സിലാക്കി, മനസ്സിന് കാര്യം അറിയാം ഇത് വേറൊന്നാണ്, ഇന്ദ്രിയങ്ങൾ എന്നിട്ട് വേറൊരു പ്രകാരത്തിൽ ചെയ്യാം അല്ലേ? ഒരു പോക്കറ്റ് അടിയിൽ ഇതിൽ സംയോഗം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. പോക്കറ്റ് അടിയിൽ ബുദ്ധിക്ക് അറിയാം ഇത് അധർമ്മമാണ് അല്ലേ? മനസ്സിൽ സംഘർഷമുണ്ട്, എന്താ പിടിക്കപ്പെടുവോ പിടിക്കപ്പെടില്ലേ? പക്ഷെ കൈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നും തമ്മിൽ ഒരു സാമ്യവും ഇല്ല എന്ന് പറയാം. അതേ സമയത്ത് ഒരു കുട്ടി പെട്ടെന്ന് വീണു, പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താണ് ഇതിന്റെ ഒരു മേളനമുണ്ട്. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ടക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രവൃത്തിയിലേക്ക് നമ്മൾ വീഴുന്നത് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അവിടെ പിന്നെ നിങ്ങളൊരു സ്മരണയൊന്നും നടത്തുന്നില്ല ഉണ്ടോ? സ്മരണ നടത്തുന്നുണ്ടോ? ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ. എവിടെ കുട്ടി? അതിന്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനെ, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, നാമം ജപിച്ചുകൊണ്ട് കറിക്കരിയണം, നാമം ജപിച്ചുകൊണ്ട്. സ്വാമി ഇതിനൊക്കെ എതിരാ. നിങ്ങൾ കറിക്കരിയ ശ്രദ്ധയോടുകൂടി. അതിൽ തലമുടിയോ, ഈ നാമം ജപിക്കുമ്പോഴേ ഈ തലമുടി അതും ഇതൊക്കെ ഒരുപാട് അല്ലേ? അതെ, ചപ്പാത്തി വരത്തുമ്പോ ഇങ്ങനെ അതാണല്ലോ, അതിന് പ്രത്യേക രുചിയൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ശ്രദ്ധിക്കും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ എന്ത് ഉണ്ടാക്കി അതൊക്കെ രുചി ഉണ്ടാകുന്നൊക്കെ ഇന്നടത്ത് അങ്ങനെ എന്തോ നമ്മൾ പഠിച്ച ശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചത് ഇതാണ്. നിങ്ങൾ പച്ചമുളക് മുറിക്കുകയാണെങ്കിൽ അതിൽ പൂർണ്ണ ശ്രദ്ധ. അതിൽ വേറെ എന്തെങ്കിലും വല്ല പച്ചമുളക് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും മുളകാണോ? അതാണ് ഈ കൂട്ടത്തിൽ വേറെ പലതും ചേർന്ന് പോകുന്നത് അറിയാതെ.
പിന്നെ പലരും പറയുക എന്താ, ഓ ഞാനത് നാമം ജപിച്ച് മുറിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്റെ ഭഗവാനില്ലേ, ഭഗവാനെ പലരും ഈ ഇങ്ങനെയുള്ള ഈ തുക്കട കാര്യങ്ങൾക്കൊക്കെയാണ് പറയാറും. അതൊക്കെ വിടും. നമ്മൾ കുറേയും കൂടെ മാറ്റം വന്നവരായിരിക്കണം. നിങ്ങൾ തിരുത്തലുകൾ നടത്തണം എന്ന് പറയാം. അതുകൊണ്ട് മൈ സന്യസ്യ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു എന്താ പറയുക, ഒരു ധാരണയുണ്ടായിരിക്കണം. മത്പരഹ, എന്നിൽ തത്പരനായിക്കൊണ്ട് ബുദ്ധിയോഗം ഉപാശ്രിത്യ സതതം മച്ചിത്ത ഭവ. സതതം എല്ലായ്പ്പോഴും, മച്ചിത്ത എന്നിൽ മനസ്സുറപ്പിക്കുന്നവനായി, പരമാത്മാവിൽ ഉറച്ച മനസ്സോടുകൂടിയവനായിട്ട് നീ ഭവിച്ചാൽ നീ ഇങ്ങനെ ഇളകുന്നവനാകാതിരിക്കും. നിന്റെ കൊടി ഹനുമാനാകട്ടെ എന്ന് പറയാം. ഹനുമാൻ ഒരു സംശയവും ഇല്ലായിരുന്നു, അല്ലേ? ഹനുമാൻ ഒരു സംശയമില്ല. ഭഗവാൻ പറഞ്ഞു, എടുത്തൊരു ചാട്ടം. ഇതുപോലെ നീ ആയിത്തീരും. നമുക്കും ഈ ഗീതാശാസ്ത്രം ഇത്തരത്തിലൊരു ഉറപ്പ് നമുക്ക് തരട്ടെ. നോക്കാം തുടർന്നിട്ട്. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അധ ചേത്വമഹങ്കാരാത് ന ശ്രോഷ്യസി വിനക്ഷ്യസി. ഭഗവാൻ ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ നടത്തുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്താ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്? മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി അത ചേത്വം അഹങ്കാരഃ ന ശ്രോഷ്യസി വിനങ്ഷ്യസി. പറയണു, മച്ചിത്തഃ ത്വാം മത്പ്രസാദാത് സർവദുർഗാണി തരിഷ്യസി. മച്ചിത്തഃ എന്നിൽ മനസ്സുറപ്പിച്ചിട്ടുള്ള നിനക്ക്, ത്വാം നീ, മത്പ്രസാദ എന്റെ അനുഗ്രഹം കൊണ്ട്, എന്നിൽ മനസ്സുറച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് എന്തുണ്ടാവും? സർവദുർഗാണി തരിഷ്യസി. ദുർഗാണി തടസ്സങ്ങൾ, സർവദുർഗാണി എല്ലാ തടസ്സങ്ങളും. നിനക്ക് പിന്നെ ഒരു ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല. ആ തടസ്സങ്ങളെ മുഴുവൻ നീ തരണം ചെയ്യും, നീ കടക്കും എന്ന് പറയും. അതാണ് ധ്യാന ശ്ലോകത്തില് നമ്മൾ കണ്ടത്, അല്ലേ? ഈ 4 പേരും എങ്ങനെ തരണം ചെയ്തു? ഭഗവാൻ ഒരു കടത്തുകാരനായി നിന്നുകൊണ്ട് ഭഗവാൻ അവരെയൊക്കെ തരണം ചെയ്യിച്ചു എന്ന് പറയാം. സതതം എല്ലായ്പ്പോഴും, മച്ചിത്ത എന്നിൽ മനസ്സുറപ്പിക്കുന്നവനായി, പരമാത്മാവിൽ ഉറച്ച മനസ്സോടുകൂടിയവനായിട്ട് നീ ഭവിച്ചാൽ നീ ഇങ്ങനെ ഇളകുന്നവനാകാതിരിക്കും. നിന്റെ കൊടി ഹനുമാനാകട്ടെ എന്ന് പറയാം. ഹനുമാൻ ഒരു സംശയവും ഇല്ലായിരുന്നു, അല്ലേ? ഹനുമാൻ ഒരു സംശയമില്ല. ഭഗവാൻ പറഞ്ഞു, എടുത്തൊരു ചാട്ടം. ഇതുപോലെ നീ ആയിത്തീരും. നമുക്കും ഈ ഗീതാശാസ്ത്രം ഇത്തരത്തിലൊരു ഉറപ്പ് നമുക്ക് തരട്ടെ. നോക്കാം തുടർന്നിട്ട്. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അധ ചേത്വമഹങ്കാരാത് ന ശ്രോഷ്യസി വിനക്ഷ്യസി. ഭഗവാൻ ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ നടത്തുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്താ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്? മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി അത ചേത്വം അഹങ്കാരഃ ന ശ്രോഷ്യസി വിനങ്ഷ്യസി. പറയണു, മച്ചിത്ത ത്വാം മത്പ്രസാദാത് സർവദുർഗാണി തരിഷ്യസി. മച്ചിത്ത എന്നിൽ മനസ്സുറപ്പിച്ചിട്ടുള്ള നിനക്ക്, ത്വാം നീ, മത്പ്രസാദ എന്റെ അനുഗ്രഹം കൊണ്ട്, എന്നിൽ മനസ്സുറച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് എന്തുണ്ടാവും? സർവദുർഗാണി തരിഷ്യസി. ദുർഗാണി തടസ്സങ്ങൾ, സർവദുർഗാണി എല്ലാ തടസ്സങ്ങളും. നിനക്ക് പിന്നെ ഒരു ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല. ആ തടസ്സങ്ങളെ മുഴുവൻ നീ തരണം ചെയ്യും, നീ കടക്കും എന്ന് പറയും. അതാണ് ധ്യാന ശ്ലോകത്തില് നമ്മൾ കണ്ടത്, അല്ലേ? ഈ 4 പേരും എങ്ങനെ തരണം ചെയ്തു? ഭഗവാൻ ഒരു
കടത്തുകാരനായി നിന്നുകൊണ്ട് ഭഗവാൻ അവരെയൊക്കെ തരണം ചെയ്യിച്ചു എന്ന് പറയാം. അപ്പൊ എന്റെ അനുഗ്രഹം കൊണ്ട്, എന്റെ പ്രസാദം കൊണ്ട് നിനക്കത് സാധിക്കും. അതല്ലെങ്കിലോ പറയുന്നു. പിന്നെ അഹങ്കാരാത്, നീ നിന്റെ അഹംഭാവം, അഹങ്കാരം ഹേതുവായിട്ട്, അതായത് ഭഗവാൻ പറയുന്നു ഇമം ഉപദേശം, ഈ ഉപദേശത്തെ ന ശ്രോഷ്യസി, നീ കേൾക്കുന്നില്ല എങ്കിൽ, നീ ഇത് അനുസരിക്കുന്നില്ല, നീ ഇത് കൈക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എങ്കില് വിനങ്ഷ്യസി, നീ നശിക്കുന്നതാണ്. അപ്പൊ ഒരുവന്റെ നാശം എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മൾ 2-ാം അധ്യായത്തിൽ ഭഗവാൻ ഒരുവന്റെ നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ, സ്മൃതിയുടെ ഭ്രംശമാണ് ഇവിടെ സംഭവിക്കുക. ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പൊ ഒരുവന്റെ നാശം എന്ന് പറയുന്നത് കേൾവി ഇല്ലാതിരിക്കുന്ന സമയത്താണ്. ഏത് കേൾക്കാതിരിക്കുന്ന സമയത്ത്? ശാസ്ത്രം കേൾക്കാതിരിക്കുന്ന സമയത്ത്. ഇനി ശാസ്ത്രം കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് തക്ക സമയത്ത് അത് വരില്ല, സ്മൃതിപഥത്തിൽ അത് വരില്ല എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാൻ 15-ാം അധ്യായത്തിൽ അതിന്റെ ഒരു അനുഗ്രഹത്തെ പറഞ്ഞിട്ടുണ്ട്. മത്ത സ്മൃതിർ ജ്ഞാനം അപോഹനം ച. എന്നിലാണ് സ്മൃതി, എന്നിലാണ് അപോഹനം. ഞാനാണ് സ്മൃതിയായും ഞാനാണ് അപോഹനമായും, ഇല്ലേ? മറവിയായും ഓർമ്മയായും ഞാൻ. ഏതിനെ ഞാൻ മറക്കാൻ പഠിപ്പിക്കുന്നു? ദാരുണമായ സംഭവങ്ങളെ ഞാൻ മറവി എന്ന അനുഗ്രഹഭാവത്തിൽ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരുന്നു. പിന്നെയോ ഇനിയും ജീവിക്കേണ്ടതുണ്ട്, നിന്റെ കർത്തവ്യങ്ങളെ ഞാൻ സ്മൃതി ഓർമ്മയിൽ നിന്നിലേക്ക് കൊണ്ടുവന്ന് മുന്നിലേക്കുള്ള പ്രയാണത്തിന് ഞാൻ ആക്കം കൂട്ടുന്നു എന്ന് പറയാം. ഇതൊക്കെ ഞാനാണ്. അപ്പൊ നിനക്ക് എന്തുണ്ടാവും? നിന്റെ ജീവിതം തന്നെ വ്യർത്ഥമാവും, നിഷ്ഫലമാവും എന്ന് പറയാം. എങ്ങനെ ആവുന്നു അത്? എന്റെ ഈ ഉപദേശത്തെ നീ കേൾക്കുന്നില്ല എങ്കിൽ. ഭഗവാൻ ഇത് ഭീഷണിപ്പെടുത്തലൊന്നുമല്ലേ, ഒന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. കുട്ടികളോട് അമ്മ പറയില്ലേ, എടാ നീ ഇത് കേൾക്കില്ലെങ്കിൽ നീ ഇത് അനുഭവിക്കും, ഇല്ലേ? അത് അവരുടെ ഭീഷണിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവർ ഭീഷണിപ്പെടുത്തുന്നതാണ്. പരമമായ മോക്ഷത്തെക്കുറിച്ചല്ല അമ്മ മോനോട് പറഞ്ഞു കൊടുത്തത്. നീ ഇതനുസരിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് മോക്ഷം കിട്ടില്ല എന്നൊന്നുമല്ല. ചിലപ്പോ അതും പറയാറുണ്ട്, നീ ഗതി പിടിക്കില്ല. അപ്പൊ ഇവിടെ ഒരുവൻ വന്നാൽ വാസിഷ്ഠത്തിൽ പറയുന്നുണ്ട്, നല്ല യോഗവാസിഷ്ഠത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഒരുവൻ വന്നിട്ട് ഈ സത്യം അറിയാതെ പോകുന്നുവെങ്കിൽ എങ്ങനെയാണത്ര അവൻ ഇത് ചെയ്യുന്നത്? ആളി കത്തുന്ന ഒരു വീട്ടിനകത്ത് പായ വിരിച്ച് കിടന്നുറങ്ങുന്നത് പോലെയെന്ന. അതെങ്ങനെ ഉണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കത്താണ് ഒരു വീട്, ആ കത്തുന്ന വീട്ടിൽ പുൽപ്പായ വിരിച്ച് കിടന്നുറങ്ങുക. പുൽപ്പായ വിരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണല്ലോ, അല്ലേ? ഇതുപോലെയാണ് ഈ ലോകത്ത് വന്നിട്ട് സത്യമറിയാതെ ഒരുവൻ പോയാൽ അവൻ നശിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് എത്രയും വേഗം എന്തു വേണം? ഈ സത്യം അറിയേണ്ടതുണ്ട്. തുടർന്ന് യദഹംകാരമാശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥ്യൈഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി. യത് അഹങ്കാരം ആശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥ്യ ഏഷ വ്യവസായ തേ പ്രകൃതി ത്വാം നിയോക്ഷ്യസി. നമ്മളോടാ പറയുന്നത്. എന്താ പറയുന്നത്? അഹങ്കാരം ആശ്രിത്യ, അഹങ്കാരത്തെ ആശ്രയിച്ചിട്ട്, അഹംഭാവത്തെ ആശ്രയിച്ചിട്ട് നയോത്സ്യ ഇതി, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് യത് മന്യസെ, എന്ന് നീ കരുതുന്നുവെങ്കിൽ, നമ്മൾ എന്ത് തീരുമാനവും അങ്ങനെ അഹങ്കാരത്തിന്റെ മുകളിൽ എടുത്താൽ പറയുന്നു, തേ ഏഷഃ, അത് നിന്റെ വ്യവസായം എന്ന് പറഞ്ഞാൽ ബിസിനസ് അല്ല, നിന്റെ ഈ നിശ്ചയം,
തീരുമാനത്തെ മിഥ്യാപ്രകൃതി, അത് വെറുതെയാണ്. ആ സ്വഭാവ ഗുണം നിന്റെ മിഥ്യാപ്രകൃതിയാണ്, നിന്റെ ശരിയായിട്ടുള്ള തീരുമാനമല്ല. അതുകൊണ്ട് ആ സ്വഭാവ ഗുണം ത്വാം നിന്നെ നിയോഗിക്കും, നിന്നെ യുദ്ധത്തിലേക്ക് അത് വലിച്ചഴയ്ക്കും എന്ന് പറയാം. കാരണം അർജുന, നിന്നെ തയ്യാറാക്കിയത് എനിക്കറിയാം, നിന്റെ ചെറുപ്പം എന്ന് പറയാം. നീ ട്രെയിൻ ചെയ്യപ്പെട്ടത്, നിന്നെ രൂപവത്കരിച്ചത് യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. നിനക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ശിക്ഷണങ്ങളും യുദ്ധം ചെയ്യുന്നതിനായിട്ടാണ്. അതുകൊണ്ട് നിനക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ചിലർ കണ്ടിട്ടില്ലേ, എവിടെ പോയാലും കച്ചവടം ചെയ്യുമെന്ന് പറയുന്നവര്, അവരവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കും. അതായത് നിന്റെ പ്രകൃതം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ അത് നീ തീരുമാനം എടുക്കുന്നതേ വെറുതെയാ. അതായത് ഒരു അമ്മ, അവര് ടെലിഫോണിൽ ആരോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ അവരുടെ ഒരു കോള്, അതിൽ കുറഞ്ഞിട്ടൊക്കെ അവര് വളരെ അപൂർവമായിട്ടാണ് ആരുമായിട്ട് സംസാരിക്കുകയാണെങ്കിലും അവർക്ക് ഇതിങ്ങനെ വെച്ചുകൊണ്ട് അവരങ്ങനെ സംസാരിക്കും. എല്ലാവർക്കും അറിയാം. അതിനെന്തോ ഒരു പേര് പറയുമല്ലോ, എന്താ പോണോന്ന് ഇനിയാന്നോ? അതെ. ഒരു ദിവസം ഒരു 25 മിനിറ്റിൽ സംഭാഷണം നിർത്തി. അപ്പൊ ഭർത്താവിന് വലിയൊരു അത്ഭുതം. ഇന്നെന്താ നേരത്തെ ആയിരുന്നു? അത് റോങ് നമ്പർ ആയിരുന്നു. അപ്പൊ റോങ് നമ്പറിന് തന്നെ ഒരു 25 മിനിറ്റ് എടുക്കും. കാരണം നിന്റെ പ്രകൃതം അതാണ്, അല്ലേ? അപ്പൊ അങ്ങനെ ഞാൻ തീരുമാനിക്കുകയാണ്, ഇനി ഞാൻ ആരോടും ഫോണ് വന്നാൽ അതങ്ങനെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇനി ഞാൻ ആരോടും ഒന്നും സംസാരിക്കുന്നത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ വെക്കും. അപ്പോഴാണ് ഈ റോങ് നമ്പർ വന്നത്. അതിനാണ് 25 മിനിറ്റ് എന്ന് പറയാം. അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് നീ എന്ത് ചെയ്യും? നീ യുദ്ധം ചെയ്യും. നിനക്ക് യുദ്ധം ചെയ്യാൻ ഈ പറഞ്ഞതൊന്നും വേണമെന്നില്ല. നിനക്ക് എന്തെങ്കിലും ഒരു പുല്ലോ ഒരു വടിയോ മതി അർജുന. നീ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ടാണല്ലോ വല്ലഭന് പുല്ലും ആയുധം എന്ന് പറഞ്ഞാൽ. നിന്റെ പ്രകൃതം അതാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ പ്രകൃതം ഭഗവാൻ അറിയാം. ആ പ്രകൃതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്തു വേണം? നേരത്തെ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളൊക്കെ അറിയാം. എന്നിട്ട് ഏതിനാലാണോ നമ്മുടെ ഇന്ദ്രിയങ്ങള്, ഏത് കർമ്മം ചെയ്യാനാണ് നമ്മെ നിയോഗിച്ചിട്ടുള്ളത്, നമ്മുടെ ചുറ്റുപാട് ഏതാണ്, അതറിഞ്ഞ് അതിലൂടെ ഈ ബ്രഹ്മപ്രാപ്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ അഹങ്കാരം കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടപ്പില്ല എന്ന് പറയാം. ചിലർ പറയില്ലേ, രാവിലെ ആവട്ടെ ഞാൻ ശരിയാക്കും. അപ്പൊ തന്നെ അറിയാം ഒന്നുമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. അതെന്താ? അതെനിക്കറിയാം, നിങ്ങൾ കുറെ ഇങ്ങനെ രാവിലെ ആക്കിയതാന്ന് പറയാം. അതെനിക്കറിയാം. ഇത് തന്നെ ഭഗവാൻ പറയുന്നു. സ്വഭാവജേന കൗന്തേയ നിബദ്ധ സ്വേന കർമ്മണ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യ വശോപി തത്. സ്വഭാവജേന ഹേ കൗന്ദേയ നിബദ്ധഃ സ്വേന കർമ്മണ കർത്തും ന ഇച്ഛസി യത് മോഹാത് കരിഷ്യസി അവശഃ അപി തത്. അല്ലയോ അർജുന, ഹേ കൗന്ദേയ, സ്വഭാവജേന സ്വഭാവത്തിൽ നിന്ന് ഉണ്ടായ സ്വേന കർമ്മണ സ്വന്തമായ കർമ്മത്താൽ നിബദ്ധഃ ത്വം നിബദ്ധഃ നീ ബന്ധിക്കപ്പെട്ടവനാണ്. അത് ഞാൻ കാണുന്നു. നമ്മളൊക്കെ തന്നെ നമ്മുടേതായിട്ടുള്ള ഓരോ കർമ്മങ്ങളാൽ നമ്മൾ ബന്ധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് മോഹാത് എന്ന് പറഞ്ഞാൽ അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, യത് കർത്തും ന ഇച്ഛസി, യാതൊരു കർമ്മം കർത്തും ചെയ്യാൻ ന ഇച്ഛസി നീ ഇച്ഛിക്കുന്നില്ലയോ, ആഗ്രഹിക്കുന്നില്ലയോ. അപ്പൊ നീ ഏതെങ്കിലും കർമ്മം ചെയ്യില്ല എന്ന് തീരുമാനിച്ചത് നിന്റെ മോഹം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ തീരുമാനം, ഇങ്ങനെ ഭഗവത്ഗീത പറയുന്നത് എന്താണെന്നറിയോ? ചെയ്യില്ല, ചെയ്യും, ഈ രണ്ടും നമ്മൾ പറയരുതെന്ന. ഗീതയ്ക്ക് ഇത് പറയാനുണ്ട്. എന്താ അതിനൊരു അത് പറയാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ആളാണ് ഭഗവാൻ. അതുകൊണ്ട് നീ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഞാനിത് ചെയ്യും,
ഞാൻ ചെയ്യില്ല എന്നൊന്നും പറയണ്ട. മോഹാത് യത് കർത്തും ന ഇച്ഛസി, യാതൊരു കർമ്മം ചെയ്യാൻ നീ ഇച്ഛിക്കുന്നില്ലയോ, അതിനെ അവശഃ അഭി കരിഷ്യസി, അത് അവശനായിരുന്നാൽ പോലും ത്വം കരിഷ്യസി, നീ ചെയ്യും, നിന്നെ കൊണ്ട് ചെയ്യിക്കും. എന്തിനാ ഭഗവാൻ ഇങ്ങനത്തെ കടുങ്കൈ? ഭഗവാൻ ഇങ്ങനെ കടുങ്കൈയൊന്നുമില്ല. കാരണം നിന്റെ പ്രകൃതം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കും. അപ്പൊ അതിനെന്താ വഴി? ഒറ്റ വഴിയുള്ളൂ, ഭഗവാനാവുക. എന്നാ പിന്നെ എന്തില്ല? കർത്തൃത്വമില്ല. അല്ല, എനിക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാ, വേണ്ടാന്ന് നിങ്ങൾ ചെയ്യണ്ട, ഭഗവാൻ ചെയ്തോട്ടെ, അത് കുഴപ്പമില്ല. എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ട് വിട്ടേക്കൂ. പിന്നെ ആരായി? പിന്നെ ഞാനാണ്, പിന്നെ നിങ്ങളില്ല എന്ന് പറയാം, പിന്നെ ഞാനേ ഉള്ളൂ. അതുകൊണ്ട് അതങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കാം. അടുത്ത ശ്ലോകം ഓർത്തു വയ്ക്കാൻ വളരെ നല്ലതാ. അതിന് എന്താ പറയാ, ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് അടുത്തത്. അത് ഓർമ്മയിലിരിക്കട്ടെ, നന്നായിട്ട് ഓർത്തു വെച്ചോളൂ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേ ഹേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഭഗവത്ഗീതയിൽ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ നല്ലൊരു ഹൃദ്യമായ ഒരു ശ്ലോക. അല്ലയോ അർജുന, യന്ത്രാരൂഢാനി, എന്താ പ്രയോഗം നോക്കൂ. യന്ത്രാരൂഢാനി, അവിടെയാണ് അടിവരയിടേണ്ടത്. യന്ത്രപ്പാവകളെ പോലെ. അതായത് കണ്ടിട്ടില്ലേ പാവകളി? അപ്പൊ ഇതിലൊക്കെ ചില പ്രയോഗങ്ങൾ നമ്മുടെ സംസ്കാരത്തെയും കൂടെ വിളിച്ചോതുന്നതാണ്. അതായത് പാവക്കൂത്ത് വളരെ മുൻപേ ഉണ്ടായിരുന്ന ഒരു ഏർപ്പാടാണ്. പാവകളെ നൂല് കെട്ടിയിട്ട് അങ്ങനെ അങ്ങനെ വലിക്കുമ്പം അതില് രാമരാവണ യുദ്ധമൊക്കെ ഉണ്ട്. നല്ല രസമാണത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അതിന് അത്ര പ്രചാരമില്ല. നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ട്. കേരളത്തിലും ഉണ്ടായിരുന്നു അല്ലേ ഒരു കാലത്ത്, വലിയ ഇതായിരുന്നു. പക്ഷെ ഇന്നത് കുറവാണ്. ചില അതിന്റെ കുറേയും കൂടെ വിപുലമായിട്ട് ഉള്ള തേരിലൊക്കെ വന്ന് യുദ്ധം ചെയ്യുന്ന പാവയുടെ അതൊക്കെ ഉണ്ട്. കോഴിക്കോട് ഇപ്പോഴും തിരുവണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പോഴും ആ ഒരു സ്ഥലത്തുണ്ട് ഈ രാവണന്റെ ഇതിന്റെയൊക്കെ ഒരു വലിയ ഒരു ചക്രത്തിൽ വന്നിട്ട് ഒരു വലിയ പാവയാണ്. പാവ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ യുദ്ധം ചെയ്യുന്നത് പരസ്പരം. ഇത്തരത്തിലുള്ള യന്ത്രാരൂഢാൻ, യന്ത്രപ്പാവകളെ പോലെ സർവഭൂതാനി, സകല സൃഷ്ടിവർഗങ്ങളെയും മായയാ, മായ കൊണ്ട് ഭ്രാമയൻ, ഭ്രമിപ്പിക്കുന്നവനായ. ഭ്രാമയൻ എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്നവനായ, ആ ചക്രത്തിലിട്ട് കറക്കുന്നവനായ ഈശ്വരഃ, ഈശ്വരൻ സർവഭൂതാനാം, എല്ലാ ഭൂതങ്ങളുടെയും സൃഷ്ടിവർഗങ്ങളുടെയും ഹൃദ്ദേശേ തിഷ്ഠതി, ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ മൂപ്പര് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഓം ഹൃദയായ നമഃ ഇല്ലേ? നമ്മളാ എന്താ മുദ്ര എടുത്തിട്ട് പറഞ്ഞില്ലേ? ഹൃദയായ നമഃ. എന്തിനായിക്കൊണ്ട്? ഭഗവാൻ അവിടെ സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ സ്ഥൂലമായിട്ടുള്ള ഹൃദയമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഓപ്പൺ ഹാർട്ട് സർജറിയിൽ മൂപ്പരുടെ നിലനിൽപ്പ് എന്താണ് എന്ന്. കേന്ദ്രമായിട്ട്, ഹൃത് എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്നാണ്. ഞാൻ എല്ലാറ്റിൻ്റെയും കേന്ദ്രമായി ഞാൻ നിലകൊള്ളുന്നു. എന്നിട്ടോ എല്ലാവരെയും യന്ത്രപ്പാവകളെ പോലെ. അതൊരു മിഷനാണെന്ന് പറയാം എല്ലാം. അപ്പൊ അതിന്റെ പിറകിൽ ഒരാളുണ്ട്, നൂല് കെട്ടി വലിക്കുന്ന ഒരാൾ. അപ്പൊ നമ്മളൊക്കെ യന്ത്രപ്പാവകളാണ്. അതുകൊണ്ട് കെട്ടി വലിക്കുന്ന ആളാണ് തീരുമാനിക്കുക എത്ര കാലം എന്തൊക്കെ ചെയ്യും എന്ന്. വെറുതെ നമ്മൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞല്ലോ, നടപ്പില്ല എന്ന് പറയാം. പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൂടുന്നത്? അതുകൊണ്ട് അറിയാം
ആരാണ്? ഞാൻ, ഭഗവാൻ പറഞ്ഞല്ലോ, ഞാൻ ആരാണ്? കാല കലയതാം അഹം. ഞാൻ കാലനാണ്. ഞാനാണ് കാലൻ എന്ന് പറയാം. ഞാനാണ് ആ സമയം ഒക്കെ നിശ്ചയിച്ച് വേണ്ടത് വേണ്ട സമയത്ത് ഓരോന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ അറിയൂ, ഇതുപോലെ അറിയൂ എന്ന് പറയാം. ഭഗവാൻ പറഞ്ഞല്ലോ, ഞാൻ ആരാണ്? കാല കലയതാം അഹം. ഞാൻ കാലനാണ്. ഞാനാണ് കാലൻ എന്ന് പറയാം. ഞാനാണ് ആ സമയം ഒക്കെ നിശ്ചയിച്ച് വേണ്ടത് വേണ്ട സമയത്ത് ഓരോന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ അറിയൂ, ഇതുപോലെ അറിയൂ എന്ന് പറയാം. തുടർന്ന് തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഹേ ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ശാശ്വതം സ്ഥാനം പ്രാപ്സ്യസി. ശാശ്വതമായ നിത്യമായ പരമപദത്തെ നീ പ്രാപിക്കും. എങ്ങനെയാണെങ്കിൽ സർവഭാവേന, ഹേ ഭാരത അർജുന, സർവഭാവേന, എല്ലാ ഭാവം കൊണ്ടും, എല്ലാ പ്രകാരത്തിലും, തം അവനെ, അതിനെ, ശരണം ഗച്ഛ ശരണമായി, രക്ഷാസ്ഥാനമായി നീ ഗച്ഛ പ്രാപിച്ചാലും സ്വീകരിച്ചാലും അതിനെ, തത്പ്രസാദാത് അതിന്റെ പ്രസാദം കൊണ്ട്, അതിന്റെ അനുഗ്രഹം കൊണ്ട്, പരാം ശാന്തിം ആ ഉത്കൃഷ്ടമായ ശാന്തിയെ, ശാശ്വതം സ്ഥാനം, നിത്യമായ ആ പരമ പദത്തെ പ്രാപ്സ്യസി, ത്വം പ്രാപ്സ്യസി, നീ പ്രാപിക്കും എന്ന് പറയുക. അപ്പൊ എന്താ വേണ്ടത്? ഇതറിഞ്ഞു കഴിഞ്ഞാൽ, ഏത്? ആ തമ്മിനെ, അതിനെ, അവനെ, അതാണ് എന്നെ പ്രവർത്തിപ്പിക്കുന്നത്. ഞാൻ വെറും ഒരു പാവയാണ്, അതൊരു ഇലക്ട്രിക് ഉപകരണമാണ്. അതിൽ വിദ്യുത് ശക്തി എന്നൊന്നുണ്ട്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ പാവയ്ക്ക് പ്രവർത്തനമൊന്നുമില്ല എന്ന് പറയാം. അതുകൊണ്ട് ഇലക്ട്രിസിറ്റിയെ ശരണം പ്രാപിക്കൂ, എന്നാലോ ഈ പറഞ്ഞതൊക്കെ കറങ്ങിക്കൊള്ളും എന്ന് പറയാം. അല്ലെങ്കിലോ ഒന്നും നടപ്പില്ല. അതുകൊണ്ട് നീ എന്നെ ശരണമായിട്ട് സ്വീകരിക്കൂ. എന്റെ പ്രസാദം കൊണ്ട് നീ നിത്യമായ ശാന്തിയെ കൈവരിക്കുന്നതാണ്. അപ്പൊ ഇതിപ്പം എങ്ങനെയത് മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ശാന്തി കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് ശാന്തി കിട്ടിയിട്ടുണ്ട്? ശാന്തി കിട്ടാൻ ഈ ലോകത്തില് ഏതെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഈ മാർഗത്തിൽ പോയിട്ട് സ്വാമി ശാന്തി കിട്ടിയെന്ന് എന്താ അത്ര ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സമാധാനം തരാം. ഇരിക്കട്ടെ, ആദ്യം ഇതിപ്പോ ഉണ്ടോന്ന് നോക്കാം നമുക്ക്. നമ്മുടെ ഈ ആധുനിക ശാസ്ത്രം, ഭൗതിക ശാസ്ത്രം എത്രയോ വളർന്നു, അല്ലേ? എത്രയോ വളർന്നു എന്ന് പറയാം. പക്ഷെ നമുക്കുണ്ടായിരുന്ന ഈ അശാന്തി ഉണ്ടല്ലോ, ഈ ശാസ്ത്രം ആരംഭിക്കുന്ന സമയത്ത്, അതായത് ഭൗതിക ശാസ്ത്രം അതിന്റെ അന്വേഷണങ്ങളൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഭയം, അതുപോലെ ഈ അശാന്തി, ഇതിന് വല്ല കുറവുണ്ടോ? ഇപ്പം ഏതെങ്കിലും വിധത്തിൽ ഇത് പരിഹരിക്കപ്പെട്ടു എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഭൂമിയെ കുറെ കൈവശം വെച്ച് കഴിഞ്ഞാൽ ശാന്തനായിട്ടിരിക്കാം എന്ന് കരുതിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ അവസാന കാലത്താണ് മനസ്സിലായത്, അലക്സാണ്ടറിന് പോലും, ഇല്ലേ, ഇതുകൊണ്ടൊന്നും കിട്ടാനില്ല എന്ന്. പിന്നെയോ ധനം കൊണ്ട് ഇല്ല. ഒരുപാട് സാധനങ്ങളെ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന് വിചാരിച്ചു. എന്നാ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ധൃതരാഷ്ട്രർക്കൊക്കെ കിട്ടണം. അതെ, ഇല്ല. ന കർമ്മണ ന പ്രജയാ ന ധനേന. കർമ്മം കൊണ്ടോ പ്രജയെ കൊണ്ടോ ധനത്തെ കൊണ്ടോ, പിന്നെ ത്യാഗം ഒന്നുകൊണ്ട് മാത്രം. അപ്പൊ ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ ഈ ത്യാഗം? ത്യാഗം എന്ന് പറയുന്നത് ഇതിനെ അറിയുക, ഇതാണ് ത്യാഗം.
അപ്പൊ ഇതിനെ അറിയുന്നതോടുകൂടി മറ്റുള്ളതിനെയൊക്കെ നമ്മൾ ത്യജിക്കുകയാണ്. ആ യഥാർത്ഥ്യമായതിനെ ത്യജിച്ച് യാഥാർത്ഥ്യമായതിനെ ഉൾക്കൊള്ളുന്നതിനെയാണ് ഈ ത്യാഗം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ എന്തെങ്കിലും ഉപേക്ഷിക്കാൻ എന്റേത് എന്തെങ്കിലും വേണ്ടേ? ഇല്ലാത്തത് ഋഷി പറഞ്ഞു തരില്ലല്ലോ. ഇല്ലാത്തതിന് എന്തിനാ നിങ്ങളോട് ത്യജിക്കാൻ പറയുന്നത്? അങ്ങനെ പറയണമെങ്കിൽ അവരായിരിക്കും ഏറ്റവും വലിയ വിട്ടികൾ. നമ്മുടേത് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പലതും പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ അപ്പൊ ഇവിടെ പിടിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടോ? നമ്മൾ പലതും പിടിച്ചത് പിടിവിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിടിവിടാൻ പറയുന്നതേ തെറ്റാണോ? കാരണം ഒന്നും പിടിച്ചിട്ടില്ല എന്ന് അറിയും എപ്പം പിടിവിടണം എന്ന് അന്വേഷിക്കുമ്പോൾ. അതാണ് അതിന്റെ രസം, ആ പിടിയുടെ രസം. അപ്പൊ ശരണം ശരണാഗതി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അറിയും. അന്തരാത്മാവായി ബോധസ്വരൂപനായി എന്റെ ഓരോ വികാര വിചാരങ്ങളെയും പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. ഈ ഒരു തയ്യാറെടുപ്പിനെയാണ് ശരണം എന്ന് പറയുന്നത്. ബോധം പ്രതി ഉദിച്ചുവരുന്ന ബുദ്ധിസങ്കല്പങ്ങളെ വിശകലനം ചെയ്യുക, ആ ബുദ്ധിസങ്കല്പങ്ങൾക്ക് പിറകിലെ ബോധത്തെ അറിയുക. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഃ മഹത പരമവ്യക്തം അവ്യക്താത് പരപുരുഷ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ട സാ പരാഗതി. അതിനെയാണ് ശരണം എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു ഉരുളലും വിളിയും ഒന്നുമല്ല. അതൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഇവിടേക്ക് അതൊന്നും സ്വീകാര്യമല്ല. അത് വേറെ ഓരോ കാര്യങ്ങൾ. അത് നിങ്ങളുടെ മനസ്സിന്റെ ഏകാഗ്രതയ്ക്കോ ആ സമയത്ത് സ്വാമി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബഹളം വയ്ക്കലല്ല ഇവിടെ ആവശ്യം എന്ന് പറയാം. തന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ, ഊളിയിട്ടിറങ്ങാൻ ഒരു ബഹളവും വേണ്ട. അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഒരു ഓരത്ത്, ഒരു മൂലയിൽ. മൂലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജനമായ ഒരു സ്ഥലത്ത്, വലിയ ബഹളമൊന്നുമില്ലാത്തടത്ത്, നട്ടലുണ്ടെങ്കിൽ നിവർത്തി വെച്ച്, ഇല്ലാത്തവര് അതിനും അധികം മെനക്കെടണ്ട. ഉള്ളവര്, ഭഗവത്ഗീത പറയുന്നത് അതാ, നട്ടലുണ്ടെങ്കിൽ അത് നിവർത്തി വെച്ച്, കഴുത്തും ശിരസ്സും ഒക്കെ നേർരേഖയിൽ വെച്ച്, പ്രാണനെ സാവകാശം ഉള്ളിലേക്ക് എടുത്ത് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ വിധി, അതിനെയാണ് ശരണം എന്ന് പറയുന്നത്. അപ്പം തമേവ ശരണം ഗച്ഛ. നീ ആ ബോധത്തിലേക്ക്, അതിലേക്ക് നിന്റെ ശ്രദ്ധയെ സർവഭാവേന, എല്ലാ ഭാവം കൊണ്ടും. തമേവ ശരണം ഗച്ഛ എന്ന് പറഞ്ഞാൽ ഓരോ പ്രാണിവർഗങ്ങളിലും, ഓരോ ഭൂതസൃഷ്ടിയിലും. അതാണ് ഹൃദ്ദേശേ തിഷ്ഠതി എന്ന് പറഞ്ഞല്ലോ. അതിനെ നീ പ്രാപിക്കൂ. തത്പ്രസാദ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രസാദം കൊണ്ട്. ഉപനിഷത്തിൽ പറയും തദ്വനം നാമ തദ്വനം ഇത് ഉപാസിതവ്യം. അതാണ് ഭജനീയം, അതിനെയാണ് ഭജിക്കേണ്ടത്, അതിനെയാണ് ഉപാസിക്കേണ്ടത് എന്ന്. അതിനെ ഭഗവാൻ ഇവിടെ ശരണം ഗച്ഛ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇതിലേക്ക് ശരണം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിലൊക്കെ കുഴപ്പമാണ്. ഏതോ ചില ദേശത്ത് കാലത്ത് ഉള്ള ഒരു ഏർപ്പാടായി മാറും ഇത്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ പരാം ശാന്തിം ശാശ്വതം സ്ഥാനം ത്വം പ്രാപ്സ്യസി, നീ പ്രാപിക്കുള്ളൂ. അല്ലെങ്കിൽ നീ ഈ കിടന്നിങ്ങനെ കറങ്ങും, തിരുവാതിര കളി പോലെ. ഒരു പുരോഗതി ഇല്ലാത്തൊരു കളിയാത്. ഒരു വിളക്ക് നടുക്കുണ്ടാവും, ഇവരിങ്ങനെ ദക്കാ ദക്ക ദക്കാ ദക്ക ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട്. നമ്മൾ വിചാരിക്കും ഇത് എന്താ, ഇത് ആരാ ഇപ്പൊ, എവിടുന്നാ തുടങ്ങിയത്, എവിടെ അവസാനം, ഒന്നും. എന്തിനാ ഈ വിളക്ക് വെക്കുന്നത് അറിയോ? ഇവരെ എങ്ങോട്ടെങ്കിലും പോയി പോവാതിരിക്കാൻ. ആ വിളക്കൊന്ന് മാറ്റി നോക്കൂ, ആകെ കൺഫ്യൂഷനായി പോവും. അത് വലിയ ഈ അമ്മൂമ്മമാരൊക്കെ കളിക്കുന്നതാണ് ഭയങ്കര രസം. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു തിരുവാതിരകളി ആവാതിരിക്കട്ടെ. അതൊരു കുച്ചിപ്പുടിയാകട്ടെ, അടിയിലൊരു താലം, മുകളിലൊരു, അല്ലേ? എന്നിട്ട് അങ്ങനെ ടക്ക ടക്കാന്നായിട്ട് നമുക്ക് കളിക്കാം. തിരുവാതിരകളി ഇനി ഉടനെ ദിവസങ്ങൾ കുറവാണ്.
സ്വാമി അതിനെതിരാണെന്നൊന്നുമല്ല, ഒരു ഉദാഹരണം പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് ശ്ലോകങ്ങളും കൂടെ കാണാനുണ്ട്. 100 ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ റിവിഷൻ ശരിക്ക് വരുന്നത് എന്ന് പറയാം. വീണ്ടും നിങ്ങളെ 1-ാം അധ്യായത്തിലേക്ക്, 1-ാമത്തെ ശ്ലോകത്തിലേക്ക് സ്വാമി ക്ഷണിക്കുന്നു. എന്താണ് നമ്മൾ പഠിച്ചത് എന്ന് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ധൃതരാഷ്ട്രന്റെ 1-ാമത്തെ ചോദ്യം. ആരാണ് ധൃതരാഷ്ട്രൻ? ഭഗവത്ഗീതയെ നമുക്ക് പല പ്രകാരത്തിൽ നോക്കിക്കാണാം എന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് ചരിത്രപരം, അതിൻ്റെ ഇന്നലകളിലേക്ക് ചെന്ന് ഈ സംഭവം ഏത് കാലത്തുണ്ടായതാണ്, എന്തായിരുന്നു ഈ മഹാഭാരത യുദ്ധത്തിന് കാരണമായി, എന്തൊക്കെയാണ് ഭവിച്ചത്, അത്തരത്തിലുള്ള അന്വേഷണം ചരിത്രപരം എന്ന് പറയാം. അവിടെയാണ് ഡൽഹിയിൽ നിന്ന് മാറിയിട്ടുള്ള കുരുക്ഷേത്രത്തിനൊക്കെ അങ്ങേയറ്റത്തെ പ്രസക്തി ഉണ്ടാവുന്നത്. അപ്പൊ മഹാഭാരതത്തിന് ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ട്. അത് അങ്ങേയറ്റം നമുക്ക് വളരെ തെളിവുകൾ നൽകുന്ന പലതുമുണ്ട്. ഒന്ന്. 2 ഭക്തിപരം എന്നുള്ളതാ. ഭക്തിപരം, ഭഗവത്ഗീതയിലെ ഭക്തി ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തിയെ അല്ലാതെ കേവലം പൂജയ്ക്ക് യോഗ്യമായിട്ടുള്ള ഒന്നാണ് ഈ പുസ്തകമെന്നും, അങ്ങനെ അതിനെ എല്ലാ വീട്ടിലും മേടിച്ചു വെക്കുക, പിന്നെ പൂജ ചെയ്യുക, ദിവസവും ഒരു പൂ എടുത്ത് വെക്കുക, എന്നിട്ട് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവത്ഗീതയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു ഏർപ്പാട്. ഇങ്ങനെയൊരു സമീപനം. പിന്നെ എല്ലാ ഗുരുവായൂർ ഏകാദശിക്കും ഗീതാ ജയന്തിക്കും അത് എടുത്തു വെച്ച് ഒന്ന് പാരായണം, അതോടുകൂടി എല്ലാം കഴിഞ്ഞു. അല്ലെങ്കിൽ പാരായണവും ഇല്ല, നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയും. അതായത് വികാരപരമായ സമീപനം. ഭക്തി എന്ന് പറഞ്ഞുകൂടാ, പേര് മാറ്റണം എന്ന് പറയാം. കേവലം വികാരപരമായിട്ടുള്ള, അതാണ് 2-ാമത്തത്. ഒന്ന് ചരിത്രപരം, 2 ഭക്തിപരം. പിന്നെ ഭാഷാപരം എന്ന് പറയാം. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷകള്, ഭാഷ എന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഷയാണ്. ആ ഭാഷയിലെ വിഭക്തിയെക്കുറിച്ചും സമാസത്തെക്കുറിച്ചും വൃത്തത്തെക്കുറിച്ചും ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഗവേഷണങ്ങൾ, അത്തരത്തിലുള്ള കുറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ പ്രയോഗിച്ചു, എത്ര ഭാരത പറഞ്ഞു, എത്ര മഹാബാഹു എന്ന് പറഞ്ഞു, അർജുനൻ എത്ര അങ്ങോട്ട് പറഞ്ഞു, ഭഗവാൻ എത്ര ഇങ്ങോട്ട് പറഞ്ഞു, എന്തിനത് പറഞ്ഞു, എന്തിന് ചതുർത്ഥി ഉപയോഗിച്ചു, എന്തുകൊണ്ട് ഷഷ്ടി ഉപയോഗിച്ചില്ല, ഇങ്ങനെ ഭാഷയ്ക്ക് ഊന്നൽ നൽകിയിട്ട് ഭാഷാപരമായി നമ്മുടെ ഏത് ശാസ്ത്രത്തെയും നോക്കിക്കാണുന്നവരുണ്ട്. അതാണ് 3-ാമത്തേത്. 4-ാമത്തേത് തത്വചിന്താപരം, താത്വികം. തത്വചിന്താപരത്തില് നമ്മൾ അന്വേഷിക്കുന്നത് പഴയ കാലത്തെ കാര്യങ്ങളല്ല, പിന്നെയോ ഇപ്പൊ ഈ ഗീത ഞാൻ അധ്യയനം ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം, എന്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പ്രശ്നത്തിന് എനിക്ക് പരിഹാരം കിട്ടുമോ? അത്തരത്തിൽ ഒരാൾ ചോദിക്കുന്നുവെങ്കിൽ അവന്റെ സമീപനം തന്നെ തത്വചിന്താപരമാണ്. അങ്ങനെ തത്വചിന്താപരമായിട്ടാണ് നമ്മൾ ഇതുവരെ ഈ ഗീതയെ നോക്കിക്കണ്ടത്. അപ്പൊ ധൃതരാഷ്ട്രൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന? ധൃതം രാഷ്ട്രം യേന സഹ ധൃതരാഷ്ട്ര. രാഷ്ട്രത്തെ മുറുകെ പിടിച്ചവൻ, തന്റേതല്ലാത്തതിൽ തന്റേതെന്ന ബുദ്ധിയെ വെച്ചുകൊണ്ട് വ്യവഹരിക്കുന്നവൻ. ഇത് അന്ധതയുടെ ലക്ഷണമാണ്, അജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. അങ്ങനെ അജ്ഞാനത്തിൽ നിന്ന് ജന്യമായ എന്റേതും അവന്റേതും എന്ന ചിന്ത കണ്ണുകാണായികയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് അന്ധനിൽ നിന്ന് ഗീത ആരംഭിക്കുന്നു, അജ്ഞാനത്തിൽ നിന്ന് അത് ആരംഭിക്കുന്നു എന്ന് പറയാം. എന്താ അതിന്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത ഹേ സഞ്ജയ. അല്ലയോ സഞ്ജയ, ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തില് എന്റെ ആളുകളും പാണ്ഡുവിന്റെ ആളുകളും യുദ്ധം ചെയ്യാൻ അണിനിരന്ന് എത്തിച്ചേർന്ന എന്റെ ആളുകളും പാണ്ഡുവിന്റെ ആളുകളും എന്തു ചെയ്തു? അപ്പൊ ധൃതരാഷ്ട്രനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മൾ കഴിയുന്നത്ര മനസ്സിലാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. റിവിഷൻ എന്ന നിലയ്ക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും, ഇല്ലേ?
അപ്പൊ ഈ അന്ധത എന്നിവിടെ സൂചിപ്പിച്ചത് എന്തിനെയാണ്? കണ്ണ് കാണായിക. നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ഏതൊക്കെയോ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ അന്ധകാരം അറിയണമെങ്കിൽ അതിനും വേണം കണ്ണ് എന്ന് പറയാം. ഈ കണ്ണുപൊട്ടൻ ഇരുട്ടിലാണെന്നുള്ള പ്രയോഗം തെറ്റാണ്. വെളിച്ചമറിഞ്ഞവനെ ഇരുട്ടറിയൂ. ഇരുട്ടും വെളിച്ചവും രണ്ടും നേത്രമുള്ളവനെ അറിയൂ. അതായത് കണ്ണുപൊട്ടൻ ഏതു നേരവും ഇരുട്ടില് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇരുട്ടുണ്ടല്ലോ, ആ ഇരുട്ടല്ല അവരെ സംബന്ധിച്ചത്. ജന്മനാ അന്ധനായിട്ടുള്ളവനും പിന്നീട് കാഴ്ച നഷ്ടപ്പെടുന്നവനും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ധൃതരാഷ്ട്രന്റെ അന്ധതയെ ധൃതരാഷ്ട്രൻ വ്യാസന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധേയമാണ്. എന്താ ധൃതരാഷ്ട്രൻ സ്വപിതാവായ വ്യാസനോട് പറഞ്ഞത്? യഥാ ഭവാൻ വേത്തി തദാസ്മി വേത്ത ഭവാഭവോ മേ വിദിതൗ യഥാർത്ഥവും സ്വാർത്ഥേ ഹി സമ്മുഹ്യതി താതലോക മാം ചാപി ലോകാത്മകമേവ വിദ്ധി. അല്ലയോ അച്ഛ, യഥാ ഭവാൻ വേത്തി, എങ്ങനെ അങ്ങ് കാര്യങ്ങളെ അറിയുന്നുവോ അത് പ്രകാരത്തിൽ ഞാനും കാര്യങ്ങളെ അറിയുന്നു. വ്യാസരോടാണ് ഈ പറയുന്നത്. അല്ലയോ വ്യാസമഹാപ്രഭോ, അങ്ങേക്ക് എന്തൊക്കെ അറിയാം ധർമാധർമ്മങ്ങളെക്കുറിച്ച്, അതൊക്കെ എനിക്കും അറിയാം. അപ്പൊ അറിയാത്ത ആളല്ല. പക്ഷേ എന്താ ചെയ്യുക? സ്വാർത്ഥേഹി സമ്മുഹ്യതി താതലോക. ഹേ താത, അല്ലയോ അച്ഛ, ഈ ലോകം സ്വാർത്ഥകാമനകളാൽ മുങ്ങിപ്പൊങ്ങി ഇരിക്കുമ്പം മാം ച അപി, ഞാനും ലോകാത്മകമേവ വിദ്ധി, ലോകത്തിനനുസരിച്ച് പോകുന്നു. അതുകൊണ്ട് എന്നെ നന്നാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. സ്വാമി കൊച്ചിയിൽ വന്നിട്ട് ഞങ്ങളെ അങ്ങോട്ട് നന്നാക്കാന്ന് വിചാരിച്ചാൽ നടപ്പില്ല. നമുക്കും അറിയാം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് വ്യാസൻ പറയുന്ന ധൃതരാഷ്ട്രത്വം. കാര്യങ്ങൾ അറിയാം, നിങ്ങളെയൊക്കെ പോലെ എനിക്കറിയാം, പക്ഷേ സ്വാമി ഇതൊന്നും പറഞ്ഞ നടപ്പില്ല സ്വാമി. ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം ശമ്പളത്തിന്റെ കൂടെ കിമ്പളവും വേണം. അത് ധൃതരാഷ്ട്രത്വമാണ്. ഇതാണ് ധൃതരാഷ്ട്രൻ ധൃതരാഷ്ട്രൻ പറഞ്ഞത് തന്നെയാണ് ഇന്നും ജനം പറയുന്നത്. ഞങ്ങൾക്കറിയാം എങ്ങനെയൊന്നും ആയാൽ പോരാ എന്നറിയാം, പക്ഷെ എന്താ ചെയ്യുക, ലോകം എങ്ങനെയാ, അപ്പൊ നമ്മളും അതിനനുസരിച്ച് പോകും. ഇത് എത്രയോ വർഷങ്ങൾക്കപ്പുറത്ത് ധൃതരാഷ്ട്രൻ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ്, ഈ ചോദ്യത്തിൽ നിന്നാണ് ഗീത ആരംഭിക്കുന്നത്. ഇനി ധൃതരാഷ്ട്രനെ മാറ്റി നിർത്തിയിട്ട് ആ ചോദ്യം ധൃതരാഷ്ട്രനെ മാറ്റി നിർത്താൻ പറ്റില്ല, എന്നാലും അതിന്റെ പല മാനങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? ധർമ്മക്ഷേത്രം, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗീതയിൽ 13-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അല്ലയോ കുന്തിപുത്ര അർജുന, ഈ ശരീരത്തെ തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മക്ഷേത്രം, കുരുക്ഷേത്രം, രണ്ട് ക്ഷേത്രങ്ങൾ. ധൃതരാഷ്ട്രൻ പറഞ്ഞത് തന്നെയാണ് ഇന്നും ജനം പറയുന്നത്. ഞങ്ങൾക്കറിയാം എങ്ങനെയൊന്നും ആയാൽ പോരാ എന്നറിയാം, പക്ഷെ എന്താ ചെയ്യുക, ലോകം എങ്ങനെയാ, അപ്പൊ നമ്മളും അതിനനുസരിച്ച് പോകും. ഇത് എത്രയോ വർഷങ്ങൾക്കപ്പുറത്ത് ധൃതരാഷ്ട്രൻ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ്, ഈ ചോദ്യത്തിൽ നിന്നാണ് ഗീത ആരംഭിക്കുന്നത്. ഇനി ധൃതരാഷ്ട്രനെ മാറ്റി നിർത്തിയിട്ട് ആ ചോദ്യം ധൃതരാഷ്ട്രനെ മാറ്റി നിർത്താൻ പറ്റില്ല, എന്നാലും അതിന്റെ പല മാനങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? ധർമ്മക്ഷേത്രം, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗീതയിൽ 13-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അല്ലയോ കുന്തിപുത്ര അർജുന, ഈ ശരീരത്തെ തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മക്ഷേത്രം, കുരുക്ഷേത്രം, രണ്ട് ക്ഷേത്രങ്ങൾ. നമ്മുടെ ശരീരത്തെക്കുറിച്ച് പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണശരീരം, ഇങ്ങനെയൊക്കെ. അപ്പൊ ധർമ്മക്ഷേത്രം, ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം, ധർമ്മം എന്ന് പറഞ്ഞാൽ ധാര്യതേ ഇതി ധർമ്മ, ധാരയതി ഇതി ധർമ്മ, ധരിച്ചിരിക്കുന്നത് ധർമ്മം എന്ന് പഠിച്ചു. അപ്പൊ എന്താണ് ഈ വിശ്വത്തെ ധരിച്ചിരിക്കുന്നത്? ബ്രഹ്മം. അപ്പൊ ബ്രഹ്മമാണ് ഈ വിശ്വത്തെ ധരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബ്രഹ്മത്തെ അറിയാൻ, ആ സത്യത്തെ അറിയാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ ശരീരം. ഈ ശരീരം അതിനുള്ളതാണ്. അപ്പൊ ഈ ശരീരം അതിനായി ഉപയോഗിക്കുന്ന സമയത്ത്
അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്. അതെന്താണ്? ധർമ്മക്ഷേത്രം. ഇനി അതല്ലെങ്കിലോ കുരുക്ഷേത്രം. അപ്പൊ ഈ ശരീരത്തിന്റെ രണ്ട് സാധ്യതകളെ ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നു. ഒന്നുകിൽ ഇത് ധർമ്മക്ഷേത്രം, അല്ലെങ്കിൽ ഇത് കുരുക്ഷേത്രം. ഒന്നുകിൽ താഴേക്ക്, അല്ലെങ്കിൽ മുകളിലേക്ക്. ഈ നടുക്കുള്ള നിൽപ്പുണ്ടല്ലോ, അത് വലിയ പ്രശ്നം. ഒന്നുകിൽ ദുര്യോധനൻ, അല്ലെങ്കിൽ ഭഗവാൻ. ദുര്യോധനന് സംശയങ്ങളില്ല, ഒരു സംശയമില്ല. യുദ്ധത്തിലേക്ക് പ്രവേശിക്കണോ പ്രവേശിക്കണ്ടേ അങ്ങനത്തെ യാതൊരു വിഷയമില്ല. പക്ഷെ അർജുനനാണെങ്കിൽ പ്രശ്നങ്ങളാണ്. അർജുനന്മാരാണ് നമ്മൾ എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് കയറുക മാത്രമേ എന്താ പറയാ ഒരേ ഒരു പോംവഴി. അപ്പൊ ധർമ്മക്ഷേത്രം ഓർക്കുക. അപ്പൊ എപ്പോഴാണ് ധർമ്മക്ഷേത്രമാകുന്നത്? അപ്പൊ ചോദ്യം ഇതാണ്, ധർമ്മക്ഷേത്രേ, എന്റെ ഈ ശരീരത്തില്, ധർമ്മക്ഷേത്രത്തില് ബ്രഹ്മത്തെ ധരിച്ചിരിക്കുന്ന ബോധസ്വരൂപനായ ഭഗവാൻ നിലകൊള്ളുന്ന ഈ ശരീരത്തില് ധർമ്മക്ഷേത്രേ മാമകാഹ കിം യുയുത്സവ മാമകാഹ കിം അകുർവത, യുദ്ധം ചെയ്യാൻ അണിനിരന്ന് നിന്ന എന്റെ ആളുകൾ എന്തു ചെയ്തു? എന്റേത് എന്ന വികാര വിചാരങ്ങൾ സത്യാന്വേഷണത്തിന് എന്നെ എത്രത്തോളം എന്നിൽ തടസ്സം സൃഷ്ടിച്ചു? അതിന്റെ താത്വികമായ അന്വേഷണമാണ്. ഇപ്പം മാമകന്മാർ എന്ന് പറഞ്ഞാൽ എന്റേത് എന്നാണ്. അവരാരൊക്കെയാണ്? ദുര്യോധനാദികളെ 101 പേരെയും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിലെ പ്രബലന്മാരെ നമ്മൾ മനസ്സിലാക്കി. ദുര്യോധനൻ ധനത്തെ ദുർവ്യയം ചെയ്യുന്നവൻ, അല്ലേ? ദുശാസനൻ തെറ്റായിട്ടുള്ള ശാസനകൾ പുറപ്പെടുവിപ്പിക്കുന്നവൻ. ഇതൊക്കെ കെങ്കേമന്മാരെന്നാണ്. നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ഇതൊക്കെയാണ്. ധനം ദുർവ്യയം ചെയ്തിട്ട് അവസാനം അതിനാണല്ലോ. ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നടക്കുന്നവെന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ? ക്രെഡിറ്റ് കാർഡ് പല രീതിയിലുണ്ട്. ഒരുപാട് ധനമുള്ളവർക്ക് അത് ആവശ്യമാണ്. ധനമില്ലാത്തവൻ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടുള്ള കളിയുണ്ടല്ലോ, അതത്ര നല്ലതല്ല എന്ന് പറയും. ധനമുള്ളവന് അത് വിനിമയം ചെയ്യാൻ ഏറ്റവും സൗകര്യമുള്ള ഒരു സാധനം. ഒരുപാട് ധനമുള്ളവന് കള്ളനൊന്നും കൊണ്ടുപോവില്ല. പക്ഷെ ഇല്ലാത്തവൻ എങ്ങനെയെങ്കിലും കുറച്ച് കാശ് അടച്ച് ഒരു കാർഡ് എടുത്തിട്ടുള്ള കളിയുണ്ടല്ലോ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ധനത്തെ ദുർവ്യയം ചെയ്യുക, അതോടൊപ്പം തെറ്റായിട്ടുള്ള ശാസനകൾ, തോന്നിയതൊക്കെ പറഞ്ഞു നടക്കുക. പിന്നെ അതിൽ നിന്നെല്ലാം തുടങ്ങി എന്ന് പറയാം. ഇവരെന്തൊക്കെയാണ് എന്നിൽ ചെയ്തത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ധർമ്മക്ഷേത്രേ മാമകാഹ യുയുത്സവ മാമകാഹ, അവരും യുദ്ധം ചെയ്യാൻ തന്നെയാണ്. എന്നോട് നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്തൊക്കെ ചെയ്തു? ഇനിയോ, ധർമ്മക്ഷേത്രേ യുയുത്സവ പാണ്ഡവാഹ കിം അകുർവത, അതേ ധർമ്മക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാൻ, ആരോട് യുദ്ധം ചെയ്യാൻ? എതിരിടുന്ന കൗരവന്മാരോട് യുദ്ധം ചെയ്യാനുള്ള പാണ്ഡവന്മാർ എന്ത് ചെയ്തു? പാണ്ഡവന്മാരാരൊക്കെയാണ്? ധർമ്മപുത്രർ ഒന്നാമത്തെ ആള്, ഇല്ലേ? ധർമ്മത്തെ പുത്രസമമായി തെളിഞ്ഞ ഒരു ഭാവം. അതുപോലെ ഭീമൻ രണ്ടാമൻ. ഭീമനെ 1-ാം അധ്യായത്തിൽ നമ്മൾ കർമ്മവുമായി ബന്ധിപ്പിച്ച് കണ്ടു. കർമ്മചോദന എന്ന് പറയാം. മഹത്തായ കർമ്മം ചെയ്യാനുള്ള ഒരു പ്രേരണ. ആ പ്രേരണയ്ക്കനുസരിച്ച് ഇന്ദ്രിയങ്ങളെ പ്രവർത്തന യോഗ്യമാക്കുന്ന, ആ പ്രവർത്തന സജ്ജമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. ആ ഭീമൻ എന്നിൽ എപ്രകാരം, എങ്ങനെ, എന്തൊക്കെ ഭീമൻ ചെയ്തു? ധർമ്മപുത്രർ എന്തൊക്കെ ചെയ്തു? അർജുനൻ ഋജുത്വമാർന്നവൻ. ആ ഋജുത്വമാർന്ന ഭാവം എന്നിൽ എന്തൊക്കെ, എന്താ ഇതിനെതിരായിട്ട്, ദുര്യോധനാദികൾക്കെതിരായിട്ട് എന്തൊക്കെ ചെയ്തു? സഹദേവൻ ദേവൈഹി സഹ, ഞാൻ എത്ര സത്സംഗം ചെയ്തു? സഹദേവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 108 ദിവസം, അപ്പോ 100 ദിവസം സഹദേവന്മാരായിരുന്നു. ദേവൈഹി സഹ, ഏതെങ്കിലും ശാസ്ത്ര വിചാരം ചെയ്യുക, ഇതൊക്കെ സത്സംഗമാണ്. സത്സംഗപ്രിയൻ എന്ന് പറയാം. അതുപോലെ നകുലൻ, കുലമില്ലായിക, ഇല്ലേ? ഒന്നിനോടും ഒട്ടലില്ലാത്ത ഭാവം, നകുലം. അപ്പൊ ഇതൊക്കെ സദ്ഭാവങ്ങളാണ്. ഈ സദ്ഭാവങ്ങള് എന്നില് ഈ ധർമ്മത്തെ അറിയാൻ, അധർമ്മത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരൊക്കെ എപ്പോഴൊക്കെ എന്നിൽ എന്താ അവതരിച്ചു? ഇതാണ് ധർമ്മക്ഷേത്രേ പാണ്ഡവാഹ യുയുത്സവ പാണ്ഡവാഹ, തക്ക സമയത്ത്.
എന്നോടൊരാള് വളരെ മോശമായി പെരുമാറുന്ന സമയത്ത് ഞാനും അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണോ ചെയ്തത്? അതോ വികാരപൂർണമായിരുന്നുവോ എന്റെ പെരുമാറ്റം? അതോ വിചാരപൂർവമായിരുന്നുവോ? ഞാൻ വിചാരപൂർവം പെരുമാറുന്ന സമയത്ത് എന്നിൽ പാണ്ഡവന്മാർ നിലകൊള്ളുന്നു. വികാരപരമായി ഞാൻ പെരുമാറുമ്പോൾ എന്നിൽ ദുര്യോധനാദികളാണ് എന്നിലൂടെ പുറത്തേക്ക് വരുന്നത്. ആ സമയത്ത് ഞാൻ അച്ഛനാണോ അമ്മയാണോ എന്നൊന്നും നോക്കില്ല. അച്ഛനോടാണെങ്കിലും പറയും, കാരണം അവരെ അടങ്ങിയിരുന്നുള്ളൂ. ഒരു മരുമകള് അമ്മയോട് പറഞ്ഞു, അമ്മായി അമ്മയോട്, അധികം എന്നെ കളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ഇവിടെ തെന്നി വീഴുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എണ്ണയോ ഓയിലോ എന്തെങ്കിലും ഞാനിവിടെ ഒഴിക്കും, നിങ്ങൾ വീഴും. ഇങ്ങനെ ഞാൻ എത്ര പറഞ്ഞു. ഇതൊക്കെ എപ്പോഴാ പറയേണ്ടി വരുന്നത് അല്ലേ? അല്ലെങ്കിൽ മനസ്സിലെങ്കിലും പറയുമല്ലോ. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൃഞ്ഞ് കരണേ എന്നാണ് ധാതുവിന്. കർമ്മഭൂമി എന്നും കർമ്മകായം ധർമ്മകായം, അങ്ങനെ രണ്ടുണ്ട്. ഞാൻ എത്ര ധ്യാനം ചെയ്തു. ഞാൻ പ്രവൃത്തികളില്ല. ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച ഒരു വലിയൊരു പാഠമുണ്ട്. എന്താണ്? വിചാരങ്ങളാണ് വാക്കുകൾ എന്നല്ലേ? വാക്കാണ് നമ്മുടെ പ്രവൃത്തിയാവുന്നത്. പ്രവൃത്തിയാണ് ഒരുവന്റെ പെരുമാറ്റമാകുന്നത് ഇല്ലേ? അതാണ് സംസ്കാരം എന്നൊക്കെ പഠിച്ചു. അപ്പൊ എവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്? നമ്മുടെ വിചാരങ്ങൾ. അതിനെന്ത് വേണം? ശാസ്ത്ര വിചാരം വേണം. അതിനാണ് വിചാര വിപ്ലവം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ കുരുക്ഷേത്രത്തില്, കർമ്മക്ഷേത്രത്തില്, അല്ലെങ്കിൽ കുരുക്ഷേത്രത്തിന് പല പ്രകാരത്തിൽ പറയാം. നമുക്ക് രണ്ട് പ്രകാരത്തിൽ കാണാം. ഒന്ന് ധർമ്മകായമെന്നും കർമ്മകായമെന്നും കണ്ടു. ധർമ്മക്ഷേത്രം, കുരുക്ഷേത്രം. അപ്പൊ കുരു എന്ന് പറഞ്ഞാൽ കരണേ, കൃഞ്ഞ് കരണേ എന്നാണ്, ചെയ്യുക, പ്രവൃത്തി. അവിടെ നമ്മുടെ പ്രവൃത്തിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കുരുക്ഷേത്രത്തില് പാണ്ഡവന്മാരെന്ത് ചെയ്തു? എന്റെ പ്രവൃത്തികളിൽ ഭഗവാൻ പറഞ്ഞ യജ്ഞഭാവത്തോടു കൂടിയിട്ടാണോ, ഓം തത്സദിതി നിർദ്ദേശത്തോടു കൂടിയിട്ടാണോ ഞാൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്ത്? ഇതാണ് ഗീത മുഴുവൻ കേട്ട് ഈ 1-ാം അധ്യായത്തിൽ 1-ാം ശ്ലോകത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡയമെൻഷൻ മാറും. ഭഗവാൻ പറഞ്ഞല്ലോ, ഓം എന്നും തതെന്നും സതെന്നും. ഇങ്ങനെ 3 നിർദ്ദേശങ്ങളോട് കൂടിയിട്ടാണോ ഞാൻ ചെയ്തത്? യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദയ എന്നൊക്കെ പറഞ്ഞുവല്ലോ. ഈ ഭാവത്തിലായിരുന്നോ ഞാൻ എല്ലാ പ്രവൃത്തികളും ചെയ്തത്? അതോ എനിക്ക് താല്പര്യങ്ങൾ അതുകൊണ്ട് കുരുക്ഷേത്രേ യുയുത്സവ പാണ്ഡവാഹ കിം അകുർവത, അതുപോലെ തന്നെ കുരുക്ഷേത്രേ യുയുത്സവ മാമകാഹ കിം അകുർവത. എന്റെ പ്രവൃത്തിയിൽ എനിക്ക് 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 എന്ന ചിന്തയായിരുന്നു ഉണ്ടായത്. എന്തൊക്കെയാണ് സംഭവിച്ചത്? അല്ലാതെ വെറുതെ ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ സഞ്ജയ എന്താ നടന്നത് പറയൂ എന്ന് മാത്രമല്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയാണ് നടക്കുന്നത്? ഇത് എന്റെ ഉള്ളിലല്ലേ? ഇവിടെ പറയുന്ന യുദ്ധഭൂമി ഏതെങ്കിലും വർഷങ്ങൾക്കപ്പുറത്തുള്ള ഏതോ ഒരു ഇടമാണോ, അതോ എന്റെ ഉള്ളിലാണോ? ഈ ഒരു കുരുക്ഷേത്ര ഭൂമിയെ, ഈ ഒരു യുദ്ധഭൂമിയെ നിഷേധിക്കാൻ പോകുന്ന ആര് ഈ ലോകത്തുണ്ട്? ഈ ഒരു യുദ്ധം അനുസ്യൂതം നടക്കുന്നില്ലേ ഏത് മനുഷ്യ മനസ്സിലും? അപ്പൊ ഇത്തരത്തിലൊരു ചിന്ത ഉണ്ടാവുന്ന സമയത്താണ് ധ്യാനം ആരംഭിക്കുന്നത് എന്ന് പറയാം. ഇതാണ് ഗീതയുടെ കാതലായിട്ടുള്ള, ഇതിൽ നിന്നാണ് ഗീത ആവിർഭവിക്കുന്നത്, ഈ ചോദ്യത്തിൽ നിന്ന്. അതുകൊണ്ട് ഈ ചോദ്യത്തെ നന്നായിട്ട് മനസ്സിലാക്കുക. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. എന്താണ് സംഭവിച്ചത്? ഇത് വെറുതെ ഇങ്ങനെ ജ്യോത്സ്യരെ പോയി കണ്ടിട്ടൊന്നും കാര്യമില്ല. എന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ എന്നോട് ചോദിക്കണം. എന്താണ് ഓരോന്നിനും കാരണം? എല്ലാവരും എനിക്കെതിരാണെന്ന് പറയുന്നുവല്ലോ. നിങ്ങളെങ്ങനെയാണ്? നിങ്ങൾക്കെതിരാണോ? അതെ, നമ്മളാണ് നമുക്കെതിരായിട്ട് നിൽക്കുന്നത്. അതാണ്. ഇനി പിന്നെ നമ്മൾ ഈ 1-ാം അധ്യായത്തെ വിസ്തരിച്ച സമയത്ത് നമ്മൾ ഇതിന്റെ നിരുക്തവും മറ്റ് ശബ്ദങ്ങളും എന്താ പറയാ ശബ്ദതാരാവലി അതും ഇതുമൊക്കെ നോക്കിയിട്ട് പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. കുരുക്ഷേത്രത്തിന് കരണാം ക്ഷേത്രം കുരുക്ഷേത്രം, ഇന്ദ്രിയങ്ങളുടെ ഇരിപ്പിടം എന്ന് നിർവചിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ദ്രിയങ്ങളൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ ഇനി 1-ാം അധ്യായത്തിൽ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള
ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ ഇവിടെ അണിനിരന്ന് നിൽക്കുന്ന മഹാരഥന്മാര്. അപ്പൊ കൗരവപക്ഷത്തെ പാണ്ഡവപക്ഷത്തെ സഞ്ജയൻ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ അവിടെ ഉള്ളവരാരാണ്? മഹാസ്ത്രം ധരിച്ചിട്ടുള്ളവരാണെന്ന് പറയാം. അവരുടെ കയ്യിലൊക്കെ വലിയ അസ്ത്രശസ്ത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ആളുകളുടെ അടുത്ത് ഉണ്ട്, തരക്കേടില്ല എന്ന് പറയാം. പക്ഷെ അത് ദുര്യോധനൻ തന്നെ ദ്രോണരോട് പറയുന്നുണ്ട്. അത്ര ശൂര മഹേശ്വാസാ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥന്മാര് മഹേശ്വാസന്മാര് അവരെ കുറിച്ച് പറഞ്ഞു. അവിടെ നമ്മൾ പാണ്ഡവപക്ഷത്തെ വലിയ വില്ലേന്തിയവർ എന്നുള്ളതിന് വലിയ വില്ലിന് നമ്മൾ ഉപനിഷത്തിന്റെ വെളിച്ചത്തിലാണ് അർത്ഥം കണ്ടത്. ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്വാമി ഓരോന്നും ഓരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ നിങ്ങളോട് പറഞ്ഞെന്ന് ഓർമ്മ വേണ്ടേ? എന്തായിരുന്നു ഉപനിഷത്തിൽ നമ്മൾ കണ്ട യുദ്ധം? ഉപനിഷത്തിൽ പറയുന്നു ഔപനിഷദം മഹാസ്ത്രം എന്ന. എന്താ ഇവിടെ പറയും? ധനുർഗൃഹീത്വ ഔപനിഷദം മഹാസ്ത്രം ശരംഹ്യുപാസ നിശിതം സംദധീത ആയമ്യ തദ്ഭാവ ഗതേന ചേതസ ലക്ഷ്യം തദേവാക്ഷരം സൗമ്യവിദ്ധി. അവനോട് അമ്പും വില്ലും എടുത്ത് കൊലച്ചോളാൻ പറയാം. എന്താണത്ര? പ്രണവോ ധനുഹു. ധനുസ്സായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? പ്രണവം. ഉപനിഷത്തില. ഏത് ഉപനിഷത്താണ്? മുണ്ടകോപനിഷത്ത്. മുണ്ടകോപനിഷത്ത് കിട്ടും, മേടിച്ച് നോക്കിക്കോളൂ. പ്രണവോ ധനുഹു. പ്രണവമാണ് ധനുസ്. പിന്നെയോ ശരോ ഹി ആത്മാ. ശരമാണ് ആത്മാവ്. നാം തന്നെയാണ് ശരം. അപ്പൊ പ്രണവമാകുന്ന ധനുസില് നാം ആകുന്ന ശരത്തെ ലക്ഷ്യം എന്താണ്? ബ്രഹ്മ തൽ ലക്ഷ്യം ഉച്യത്തെ. ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് എയ്തോളാൻ വേണ്ടിയിട്ട് ഗുരു പഠിപ്പിക്കുന്ന ഒരു യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം. ഒരു സാധകനെ സംബന്ധിച്ച്, അല്ലാത്തവന് വല്ലവരുമായിട്ടുള്ള യുദ്ധം. അപ്പൊ ഞാനാകുന്ന ശരത്തെ, ഞാൻ പ്രണവമാകുന്ന, ഭഗവാൻ ഇതിൽ ഉപദേശിച്ചതും പ്രണവമാണ്. അപ്പൊ പ്രണവമാകുന്ന ശരത്തെ ഏന്തിയവരാണ്, ആ ധനുസിനെ ഏന്തിയവരാണ് മഹേശ്വാസന്മാര്. ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്കാണ് അവര് അമ്പുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഇതാണ് പാണ്ഡവപക്ഷം എന്ന് പറയാം. കൗരവപക്ഷം അതല്ല. അതിന്റെ അണിനിരന്ന വിധത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ? പാണ്ഡവപക്ഷം പത്മവ്യൂഹത്തെ നിരത്തി എന്ന് പറയാം. പത്മവ്യൂഹം നിസ്സംഗതയെ, പത്മം താമര നിസ്സംഗതയെ പ്രതിനിധാനം ചെയ്യുന്നു. മറ്റേതോ ഗരുഡനെ പോലെ അത് എല്ലാറ്റിനെയും പിടിച്ചെടുക്കുന്നത് എന്ന് പറയാം. അപ്പൊ യുദ്ധം അണികൾ നിരന്നത് തന്നെ അങ്ങനെയാണ്. അവര് നിലകൊണ്ടത്, ഈ സാത്വികമായ ഭാവങ്ങൾ നിലകൊള്ളുന്നതേ അതിനു വേണ്ടിയിട്ടാണ്, പിടിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയാം. അതിലെ ശ്രദ്ധേയങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ അതൊക്കെയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവൂ എന്ന് വിചാരിക്കുന്നു. തുടർന്ന് കൗരവപക്ഷത്ത് യുദ്ധത്തിന്റെ ആരംഭം ഭീഷ്മ പിതാമഹൻ, അതിൽ ഭീഷ്മരെയും ദ്രോണരെയുമാണ് ശക്തന്മാരായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഭീഷ്മര് പിതാമഹനാണ്. ഭീഷ്മൻ ഭയത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ദ്രോണർ ദ്വൈതത്തെ, രണ്ടിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ രണ്ടിനെയാണ് ജയിക്കേണ്ടതായിട്ടുള്ളത്. ഭയത്തിൽ നിന്നാണ് രണ്ടുണ്ടാകുന്നത് തന്നെ. രണ്ടിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത്, ക്ഷമിക്കണം. ദ്വിതീയാതുവൈ ഭയം ഭവതി എന്നാണ്. രണ്ടിൽ നിന്ന് ഭയം ഉണ്ടാകുന്നു. ഇതാണ് ഏതൊരുവനും ജയിക്കേണ്ടത്. അതുകൊണ്ട് ഭീഷ്മനെ പിതാമഹനായിട്ട് അവതരിപ്പിച്ചു. മുത്തശ്ശനൊക്കെ ആയിട്ട്. ഭയം മുത്തശ്ശനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർക്കൊക്കെ ഉണ്ട്. നമ്മുടെ മുത്തശ്ശനും ഭയം ഉണ്ടായിരുന്നു, നമ്മുടെ കൊച്ചുമോനും ഭയമുണ്ട്. അതങ്ങനെ നിലനിൽക്കുന്നതാണ്. രണ്ടെന്ന ഭാവവും. ഇതാണ് ശക്തമായിട്ടുള്ളത്. ഇതിനെ ജയിക്കാനാണ് അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തിയത് എന്ന് നമ്മൾ കണ്ടു അല്ലേ? ഭീഷ്മരെ ശിഖണ്ഡിയെ തത്വവിചാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. ശിഖ ഖണ്ഡിച്ചവൻ. ശിഖ ഖണ്ഡിക്കുന്നത് സന്യാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്.
സന്യാസഭാവത്തെ മുൻനിർത്തിയാൽ മാത്രമേ ഭയം ഇല്ലാതെയാവുന്നു. അവിടെയാണ് നമ്മൾ ഹസ്താമലക സ്തോത്രം കണ്ടത്. ഹസ്താമലകനോട് ശങ്കരാചാര്യർ ചോദിക്കുന്നത്, കസ്ത്വം ശിശോകസ്യ കുതോസി ഗന്ധ കിം നാമതേത്വം കുത ആഗതോസി ഏതന്മയോക്തം വദചാർഭകത്വം മത്പ്രീതയെ പ്രീതി വിവർദ്ധനോസി. അല്ലയോ കുട്ടി, നീ ആര്, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്താ നിന്റെ പേര്, നീ ആരാ, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് മിണ്ടാത്ത കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നാഹം മനുഷ്യോ നചദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഃ ന ബ്രഹ്മചാരീ ന ഗൃഹീ വനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ അഹം ബോധസ്വരൂപഃ. ഇതാണ് സന്യാസത്തിലേക്കുള്ള പ്രവേശിക. ഞാൻ പുരുഷനല്ല, ഞാൻ സ്ത്രീയല്ല, ഞാൻ സന്യാസിയല്ല, ഗൃഹസ്ഥനല്ല, വാനപ്രസ്ഥനല്ല. അതുകൊണ്ട് ശിഖണ്ഡിയെ പുരാണത്തില് അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തില് പുരുഷനായോ സ്ത്രീയായോ ഇതൊന്നും അല്ലാത്തതിന്റെ ഒരു ഭാവത്തിൽ കൊണ്ട് നിർത്തി. ആണും പെണ്ണുമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിചാരം വേറെ എന്തൊക്കെയാണ് അല്ലേ? ഈ ഒരു അർജുനൻ ഇങ്ങനെ ഒരു വിദ്വാനെ മുന്നിൽ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഭാവത്തെ, ആ എല്ലാ ദ്വൈതങ്ങളെയും കടന്നു നിൽക്കുന്ന ഒരു ഭാവം, അത് സന്യാസമാണ്, അവിടേക്കുള്ള പ്രവേശനമാണ്. അതിനെ മുൻനിർത്തിയാൽ മാത്രമേ ഭയം ഇല്ലാതെയാകുന്നുള്ളൂ. അഹം ബോധസ്വരൂപഃ. ഇതാണ് സന്യാസത്തിലേക്കുള്ള പ്രവേശിക. ഞാൻ പുരുഷനല്ല, ഞാൻ സ്ത്രീയല്ല, ഞാൻ സന്യാസിയല്ല, ഗൃഹസ്ഥനല്ല, വാനപ്രസ്ഥനല്ല. അതുകൊണ്ട് ശിഖണ്ഡിയെ പുരാണത്തില് അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തില് പുരുഷനായോ സ്ത്രീയായോ ഇതൊന്നും അല്ലാത്തതിന്റെ ഒരു ഭാവത്തിൽ കൊണ്ട് നിർത്തി. ആണും പെണ്ണുമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിചാരം വേറെ എന്തൊക്കെയാണ് അല്ലേ? ഈ ഒരു അർജുനൻ ഇങ്ങനെ ഒരു വിദ്വാനെ മുന്നിൽ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഭാവത്തെ, ആ എല്ലാ ദ്വൈതങ്ങളെയും കടന്നു നിൽക്കുന്ന ഒരു ഭാവം, അത് സന്യാസമാണ്, അവിടേക്കുള്ള പ്രവേശനമാണ്. അതിനെ മുൻനിർത്തിയാൽ മാത്രമേ ഭയം ഇല്ലാതെയാകുന്നുള്ളൂ. അത് എന്നേക്കുവാണോ? ഇല്ല, താൽക്കാലികം. താൽക്കാലികം എന്ന് പറഞ്ഞാൽ അവിടെ ജയിക്കുന്നു, പിന്നീട് മൂപ്പര് വീണ്ടും കഥ പറയുന്നുണ്ട് എന്ന് പറയാം. അതിനെ തത്വവിചാരത്തിലൂടെ 1-ാം അധ്യായത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവരുടെ ശംഖ് മുഴക്കിയതിനെ കുറിച്ച് പറഞ്ഞു. ഒരു ഒരു ക്രമമില്ലാതെ, ക്രമം തെറ്റിക്കൊണ്ട് അദ്ദേഹം ആദ്യം തന്നെ എടുത്തു മുഴക്കി. ഒപ്പം കൂട്ടാളികൾ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തു മുഴക്കി. അതിനെ തതശങ്കാശ്ച ഭൈര്യശ്ച പണവാനക ഗോമുഖാഹ സഹസൈവാഭ്യ ഹന്യന്ത സശബ്ദ തുമുലഹ അഭവത്. ഒരു കല്യാണത്തിന് കൊട്ടുന്നത് പോലെ എന്ന് പറയല്ലേ, ആ താലി കെട്ടുന്ന സമയത്ത് എല്ലാം കൂടി ഒരു അടിയുണ്ടല്ലോ, അത് തന്നെ. അപ്പൊ ഈ സ്ത്രീകളൊക്കെ എന്നൊക്കെ പറഞ്ഞൊരു അവരും എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ വരും. ഇതാരാ നോക്കിയാൽ മനസ്സിലാവില്ല ആരൊക്കെ ഇത് ചെയ്യുന്നതെന്ന്. കൊരവയുടെ എല്ലാം കൂടെ അവിടെ ഒരു ശബ്ദ കോലാഹലം എന്ന് പറയാം. അവിടെയാണ് ഭഗവത്ഗീതയുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ശ്ലോകം കടന്നു വരുന്നത്. അതിഗംഭീരമായിട്ടുള്ള, അതൊരു വരവാണെന്ന് പറയാം. ആ ശ്ലോകത്തിൽ തന്നെ ആ വരവുണ്ട്. എന്താണ്? തതശ്വേതൈർ ഹയൈർ യുക്തേ മഹതി സ്യന്തനെ സ്ഥിതോ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശങ്കൗ പ്രദത്മതുഹു. പിറകിലെ ചിത്രം. അങ്ങനെ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള മാധവനും പാണ്ഡുപുത്രനായിട്ടുള്ള അർജുനനും അങ്ങനെ മഹത്തായ രഥത്തിലേറിക്കൊണ്ട് അവിടേക്ക് വന്നു. എന്നിട്ടോ ദിവ്യങ്ങളായ ശംഖുകളെ മുഴക്കിയുന്ന ആ ഒരു വരവിനെ നമ്മൾ വളരെ ഗംഭീരമായിട്ട് കണ്ടതാണ് ഇല്ലേ? എങ്ങനെയാണോ ഒരു ശിശു ഈ വിശ്വത്തിലേക്ക് ജാതമാകുന്നത്? ശ്വേതൈഹി ഹയൈഹി യുക്തേ, വെളുത്ത കുതിരകളെ പൂട്ടിയ രഥത്തിൽ. വെളുപ്പ് സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു, ശുദ്ധ അന്ധകരണത്തോടുകൂടി. ഏത് ശിശുവും ഇവിടെ ജാതമാകുന്നത് ശുദ്ധ അന്ധകരണത്തോടു കൂടിയിട്ടാണ്. വെളുപ്പ് സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു. കറുപ്പോ അശാന്തിയുടേത്, ഇരുട്ടിൻ്റേത് പറയാം. അപ്പൊ ശ്വേതൈഹി ഹയൈഹി യുക്തേ, വെളുത്ത കുതിരകളെ പൂട്ടിയിട്ടുള്ള തേര്. വെളുപ്പ്
ശുദ്ധ സാത്വികമായ ഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നു. എന്താണ് മഹതി സ്യന്തനെ, മഹത്തായ രഥത്തിൽ എന്ന് പറഞ്ഞാൽ ജന്തൂനാം നരജന്മ ദുർലഭ എഴുതി വെച്ചുള്ള റെഫറൻസ് വിവേക ചൂടാമണി. അത് ഒരു മനുഷ്യ ശിശു എവിടേക്ക് ജാതമാകാം. ഇതൊരു വേറിട്ട കാഴ്ചയാണേ. ഇതൊന്നും കിതാബില് ചിലപ്പോൾ വ്യാഖ്യാനത്തിൽ കാണണം എന്നില്ല. മഹതി സ്യന്തനെ സ്ഥിതം, ആ മഹത്തായ രഥത്തിൽ നിലനിന്നുകൊണ്ട്. രഥം എന്ന് പറഞ്ഞാൽ ശരീരം. ശരീരം രഥമേവത്തു പഠിച്ചു. അപ്പൊ ഈ ശരീരത്തിന്റെ മാഹാത്മ്യം എന്താണ്? ഭഗവാൻ ഇതിൽ നിലനിൽക്കുന്നു. എങ്ങനെ? മാധവ, അറിവ് ധരിച്ചവനായിട്ട്, വിവേകമുള്ളവനായിട്ട്. വിവേകം ഉണ്ട് എന്നതാണ് ഇതിന്റെ മാഹാത്മ്യം. അതെന്താണ് നമ്മൾ കണ്ടു? കർത്തും അകർത്തും അന്യഥാകർത്തും, ചെയ്യാനും ചെയ്യാതിരിക്കാനും മറിച്ചു ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ലോകത്തിലെ ഏകജീവി. വേറെ ഒന്നിനും ഈ ചോയ്സ് ഇല്ല. അങ്ങനെ ആ മാധവനും പാണ്ഡവനും ദിവ്യങ്ങളായ ശംഖിനെ മുഴക്കി, ശംഖുകളെ മുഴക്കി. എന്താണ് ഭഗവാൻ മുഴക്കിയത്? പാഞ്ചജന്യം ഹൃഷീകേശ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട 1-ാം അധ്യായത്തിലെ ശ്ലോകങ്ങളാണ്. ഇന്ന് വന്നവര് ഭാഗ്യവാന്മാരെന്ന് പറയാം. പാഞ്ചജന്യം ഹൃഷീകേശ. പാഞ്ചജന്യം ഭഗവാന്റെ. പഞ്ചജനൻ എന്ന അസുരനെ ഭഗവാൻ കൊന്നു, എന്നിട്ട് എടുത്തതാ ഇല്ലേ? അപ്പൊ ഭഗവാന്റെ കൊല്ലല് നമ്മൾ കണ്ടതാണ്. ആസുരികമായ ഭാവത്തെയാണ് ഭഗവാൻ ഇല്ലായ്മ ചെയ്യുന്നത്. ആസുരികമായ ഭാവത്തെ ആ കൊല്ലാൻ വേണ്ടി ഭഗവാൻ ഉപയോഗിക്കുന്ന വാളിന്റെ പേര് അല്ലെങ്കിൽ സുദർശനം. സുദർശനം സുഷ്ടും ദർശനം ഇതി സുദർശനം. ശരിയായ കാഴ്ചപ്പാട് നൽകിക്കൊണ്ടാണ് ഭഗവാൻ ഒരുവനെ കൊല്ലുന്നത്. കൊല്ലുക എന്ന് പറഞ്ഞാൽ പഴയവനെ ഇല്ലാണ്ടാക്കി പുതിയവനെ അവൻ. അതുകൊണ്ടാണ് പഴയ ശരീരം പോകുമ്പം പുതിയ ശരീരം ആവിർഭവിക്കുന്നത്. പഴയ ആളെ ഇല്ലാണ്ടാക്കും, പിന്നെയോ പുതിയ ആള് വരും. പഴയ ആള് ഭഗവാനെ നിന്ദിച്ചവനാണെങ്കിൽ പുതിയവൻ ഭഗവാനെ സ്തുതിക്കുന്നവനാണ്. അപ്പോഴാണ് ഈ അസുരന്മാര് സ്തുതിക്കാൻ തുടങ്ങുന്നത് ഭഗവാനെ. അപ്പൊ പാഞ്ചജന്യം എന്ന് പറഞ്ഞാൽ പഞ്ചജനൻ എന്ന അസുരൻ. അതാരാണ്? വളരെ പണ്ട് കാലത്ത് ശംഖുരൂപിയായിട്ട് കടലിന്റെ ഉള്ളിൽ കഴിഞ്ഞവൻ മാത്രമാണോ? അല്ല, പിന്നെയോ നമ്മളെയൊക്കെ തന്നെയാണ്. 5 ഭാവത്തിലേക്ക് ജനിച്ചവൻ പഞ്ചജനൻ. എന്തൊക്കെയാണ് 5? ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. ശബ്ദസ്പർശ രസരൂപഗന്ധാദികൾ സത്യമാണ് എന്ന് കരുതുന്നവനൊക്കെ പഞ്ചജനനാണ്, അസുരനാണ്. ഹൃഷീകേശന് മാത്രമേ അവനെ ഇല്ലാണ്ടാക്കാൻ പറ്റൂ. അപ്പൊ ഭഗവാൻ അവനെ കൊന്ന് പിന്നെ അവന്റെ ശരീരത്തെ ഭഗവാന്റെ ധർമ്മകാഹളത്തിനായിട്ട് ഉപയോഗിക്കുന്നു. ഗീതയിലെ ഏറ്റവും സുന്ദരമായ ശ്ലോകമാണിത്. പാഞ്ചജന്യം ഹൃഷീകേശൻ. ഋഷികാണാം ഈശഃ. ഋഷീകം ഇന്ദ്രിയങ്ങള്. ഇന്ദ്രിയത്തിന്റെ നാഥൻ ബോധം. അപ്പൊ ആ ഏതൊക്കെ ആസുരികമായ ഭാവങ്ങള് ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ ബോധസ്വരൂപന്റെ നാദം, ശംഖനാദം, അത് കേൾക്കുമെന്ന് പറയും. അപ്പൊ പിന്നെ നമ്മിൽ നിന്ന് വരുന്നത് അതാണ് ഋഷീകേശൻ. ഋഷീകങ്ങളുടെ ഈശൻ, നാഥൻ ഭഗവാൻ. ആ ആസുരഭാവത്തെ ഇല്ലാതെയാക്കണമെങ്കിൽ നമ്മളൊരു മുരളിയാവണം എന്ന് പറയാം. നമ്മൾ നിന്നു കൊടുക്കണം. ഓടക്കുഴലിലൂടെ എപ്പോഴാണ് നാദം പുറത്തു വരുന്നത്? അതിനകത്ത് എന്തെങ്കിലും പാടില്ല, അതങ്ങോട്ട് തുരന്നു വിടണം. ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോഴത് അങ്ങനെ വരും എന്ന് പറയാം അല്ലേ? അപ്പൊ നിന്നു കൊടുക്കുക. ഭഗവാന്റെ മുരളി തന്നെ ഇതിനുള്ള ഉദാഹരണം. പേര് മുരളി എന്നാ, പക്ഷേ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഒന്നും വിട്ടുകൊടുക്കില്ല എന്ന് പറയാം. അപ്പൊ പാഞ്ചജന്യം ഋഷികേശ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്മൗ മഹാശങ്കം ഭീമകർമ്മ വൃഗോദര. ഇവിടെയാണ് ഭീമസേനെ കണ്ടത്. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര ഇത്യാദികളെയൊക്കെ കഴിഞ്ഞിട്ട് ഇതിലെ ശ്രദ്ധേയമായ വേറൊരു കാര്യം, ഈ ശംഖനാദം കുരുക്ഷേത്ര ഭൂമിയിൽ ഏത് പ്രകാരത്തില് നിലകൊണ്ടു, അതിന്റെ സ്വാധീനം അത് വ്യാസർ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ്? സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവോ എന്ന് സ്വാമിക്ക് അറിയില്ല, എന്തായാലും ഓർമ്മിപ്പിക്കാം.
ആ ശംഖനാദം സഘോഷ ധാർത്തരാഷ്ട്രാണാം, ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അജ്ഞാനജന്യങ്ങളായിട്ടുള്ള വികാര വിചാരങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്തത് 100 ചില്ലാനും. ധാർത്തരാഷ്ട്രന്മാർ എന്ന് പറഞ്ഞാൽ അതാണ്. അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള വികാര വിചാരങ്ങളൊക്കെ എണ്ണിയാൽ ഒടുങ്ങാത്തത്. അതാണ് 101 എന്നൊക്കെ പറയുന്നത്. അതിനെ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി, അതിന്റെ കേന്ദ്രത്തിലേക്ക്, ഹൃദയം എന്ന് പറഞ്ഞ കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. എന്നിട്ടോ നഭശ്ച പൃഥിവീം ച ഏവ, ആകാശത്തെയും ഭൂമിയെയും കിടിലം കൊള്ളിച്ചു. അതങ്ങനെ മാറ്റൊലി കൊണ്ടുവന്ന, അതിനെയൊക്കെ എന്താ പറയാ, കീറി മുറിച്ചുകൊണ്ട്. അത് ഈ നാദം എല്ലാ അജ്ഞാനങ്ങളെയും ഇല്ലാതെയാക്കാൻ പോകുന്നതാണ്. അവിടെ 2 പ്രയോഗം നടത്തിയിട്ടുണ്ട് ഭഗവാൻ വ്യാസര്. എന്താണ്? ഭൂമിയെയും ആകാശത്തെയും. ഭൂമി ദേശത്തെയും ആകാശം കാലത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ദേശകാലങ്ങളെ അത് അതിവർത്തിക്കുന്നു എന്ന് പറയാം. ഇവിടെ സ്വാമി ഉദാഹരണം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വിവേകാനന്ദ സ്വാമികളുടെ അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന പ്രഭാഷണം അല്ലേ? എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഉള്ളവർക്കൊക്കെ തോന്നി ഇത് എന്റെ സഹോദരനാണ് എന്ന്. അല്ലാതെ അവർക്ക് അറിയാഞ്ഞിട്ടല്ല, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന ശബ്ദം അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അവർക്കത് തോന്നി. ആ ഒരു സാഹോദര്യത്തിന്റെ ഒരു നൂല് അത് വിതറാൻ സ്വാമിജിക്ക് സാധിച്ചു എന്നാണ്. അതുപോലെ സ്വാമിജി പറഞ്ഞിട്ടുള്ള ഓരോന്നും അത്തരത്തിലുള്ള. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് നാരായണ ഗുരുദേവൻ പറയുന്നത്, മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന്, ചക്കിലിട്ട് ആട്ടി തെങ്ങിനിട്ട് കൊടുക്കാൻ പറഞ്ഞത്. ഇതൊക്കെ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുള്ളിൽ എന്താ പറയാ നിലകൊള്ളുന്നു എന്ന് പറയും. അത് ആ ദേശത്ത് അന്ന് പറഞ്ഞതാണെങ്കിലും അത് ദേശത്തെയും കാലത്തെയും അതിവർത്തിച്ച് എല്ലാ അജ്ഞാനങ്ങളെയും ഇല്ലാതെയാക്കാൻ പോകുന്നതാ. എന്തുകൊണ്ട്? ധ്യാനത്തിൽ ഇത് സംഭവിച്ചതുകൊണ്ട്. അപ്പൊ മഹാപുരുഷന്മാരുടെ വാക്കുകളൊക്കെ ഇതാണ്. സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. അത് വെറുതെ ഒരു ശംഖുഭൂനായതല്ല, അതിന്നും നിലകൊള്ളുന്നു എന്ന് പറയാം. അപ്പൊ ആ ശംഖനാദം, ഭഗവാന്റെ ശംഖനാദം എങ്ങനെയാണ് കുരുക്ഷേത്ര ഭൂമിയിൽ നിലകൊണ്ടത്, അത് ഇന്ന് എങ്ങനെ നിലനിൽക്കുന്നു, അതാണ് നമ്മൾ കാണുന്നത് അല്ലേ? രാമകൃഷ്ണദേവന്റെയും മഹാപുരുഷന്മാരുടെ വചനങ്ങൾ, അവരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് എന്തൊക്കെ തെറ്റിദ്ധാരണകൾ നമുക്ക് മാറുന്നു, നീങ്ങുന്നു അല്ലേ? പിന്നെ അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നതാണ്. എന്താണ്? എന്റെ രഥത്തെ 2 സൈന്യങ്ങളുടെയും മധ്യത്തിലായിട്ട് ഭഗവാനെ കൊണ്ടു നിർത്തൂ. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ മേച്യുത, മേ രഥം സ്ഥാപയ ഹേ അച്യുത. എവിടെ? സേനയോഹോ ഉഭയോഹോ മധ്യേ, 2 സൈന്യങ്ങളുടെയും മധ്യത്തിലായി എന്റെ രഥത്തെ സ്ഥാപിച്ചാലും. എന്തിനാണ്? എനിക്ക് കാണണം. യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഈ രണഭൂമിയിൽ എനിക്ക് യുദ്ധം ചെയ്യേണ്ടവരാരാണ് എന്ന് ഞാനൊന്ന് കാണട്ടെ. ഈ വിദ്വാൻ അറിയാഞ്ഞിട്ടാണോ ഇവരെയൊക്കെ? അല്ല. നമ്മളും ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? നമുക്ക് ശരിക്കൊന്ന് അറിയേണ്ടതുണ്ട്. ആരോടാ? ഈ ഭാര്യയോടും ഭാര്യയുടെ അമ്മയോടും അച്ഛനോടും അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരനോടും ഒന്നും അല്ല ചെയ്യേണ്ടത് ഉള്ളിലേക്കാണ് എന്ന് പറയാം. ഭഗവാന് തോന്നി ശരി എന്നാ ഇവനെ ഒന്ന് അങ്ങോട്ട് ശരിയാക്കി കൊടുക്കാം. ഭഗവാൻ കൊണ്ട് നിർത്തിയത് അങ്ങനെയാ. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാൻ ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുറുനിധി. അവിടെ തന്നെ ഭഗവാൻ കൊണ്ട് നിർത്തിക്കൊടുത്തു എന്ന് പറയാം. എന്തിനായിട്ടാ? പിന്നെ അർജുനന്റെ ഇതിലെ ചോദ്യമുണ്ട്, നല്ലൊരു ചോദ്യമാണ്. യോത്സ്യമാനാൻ അവേക്ഷേഹം യ ഏതേ അത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹേ യുദ്ധേ പ്രിയചികീർഷവഃ. ഈ ധൃതരാഷ്ട്ര പുത്രന്മാർക്ക് പ്രിയം ചെയ്യാൻ എത്തിച്ചേർന്നവരാരാണ് എന്ന ഇതിനെ മനഃശാസ്ത്ര വിചാരം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇല്ലേ? നമ്മുടെ ദുഷ്ട ചെയ്തികൾക്ക് പിറകിലുള്ളത് ആരാണെന്ന, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ദുഷ്ടത്തരം ചെയ്യാൻ തോന്നുന്നത്, എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നവൻ ആര്? ഇതിനൊക്കെ ഭഗവാൻ 3-ാം അധ്യായത്തിലാണ് ഉത്തരം കൊടുത്തിട്ടുള്ളത്.
ഈ ചോദ്യത്തെ അർജുനൻ വേറൊരു പ്രകാരത്തിൽ ഭഗവാന് മനസ്സിലായില്ലേ എന്ന് സംശയിച്ചിട്ട് വീണ്ടും അവിടെ ചോദിച്ചു. എന്താ ചോദിച്ചത്? അധകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിത. ഈ ഒരു ഒറ്റ ചോദ്യം മതി ഈ ദുനിയാവിലെ സകലമാന പ്രശ്നങ്ങളെയും എന്താ പറയാ ആ പട്ടികയിലേക്ക് കൊണ്ടുവരാൻ. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് കാരണക്കാരൻ ആര്? അർജുനന്റെ ചോദ്യം. അധകേന പ്രയുക്തോയം പാപം ചരതി പുരുഷ. ഈ മനുഷ്യന്മാര് ചെയ്യുന്ന പാപങ്ങൾ, ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ച ഭാര്യയും ഭർത്താവിന്റെയും തലമണ്ടയ്ക്ക് ഓരോന്ന് കൊടുത്ത് എന്താ മാല പൊട്ടിക്കാൻ തോന്നുന്നത്, ആരാ ഇവന്മാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്? ഇതിന്റെ പിറകിൽ ആരാണ്? നമ്മൾ ഈ ഗൂഢസംഘം എന്നൊക്കെ പറയുമല്ലോ, ആ ഗൂഢസംഘത്തിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതാ കണ്ണിയെ കിട്ടി, അവനെ അങ്ങോട്ട് ഇരുത്തി കസേരയില്ല. ആരാണോ പറയൂ നിനക്ക്? ആരുമില്ല. അവനെ 2 ഇടി കൊടുത്താൽ പറയോ? ഇല്ല. അവന്റെ ഉള്ളിലേക്ക് പോണമെന്ന് പറയാം. ആരാണ് അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്? അർജുനന്റെ ചോദ്യമാണ്. ഇങ്ങനെ ദുഷ്ചെയ്തികൾക്ക് പിറകില് അവിടെ അർജുനൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം, അനിച്ഛൻ അതി, ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും ബലാദിവ നിയോജിത, ബലമായി ആരോ ബലമായി ചെയ്യിക്കുന്നു ഭഗവാനെ. ഖേന പ്രയുക്തോയം, ആരാൽ ഉപനിഷത്ത് ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ആരാൽ എന്ന് പറഞ്ഞാൽ ഖേന. ഖേനേഷിതം പതതി. ഉപനിഷത്തിലെ വിദ്യാർത്ഥി ചോദിക്കും, അതിന് കുറേയും കൂടെ തലമുണ്ട്, ഉയർന്ന തലത്തിലാണ്. ഖേനേഷിതം പതതി പ്രേഷിതം മനഃ ഖേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത ഖേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗ ദേവോ യുനക്തി. ഏത് ദേവനാണ് ഇതിന്റെയൊക്കെ പിറകില്? കണ്ണ് കാണുന്നത്, കേൾക്കുന്നത്, പ്രാണൻ പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ. അർജുനൻ ദുഷ്ചെയ്തിയെയാണ് ചോദിച്ചത്. ഉപനിഷത്തിലെ എല്ലാറ്റിനും. അപ്പൊ അതിന്റെ വേറൊരു ആ ചോദ്യത്തിന്റെ ആരംഭം ഇവിടെയാണ്. അതായത് ദുര്യോധനന് പ്രിയം ചെയ്യുന്നവനാര്? എനിക്ക് അവരെയും കൂടെ കാണണം എന്ന് പറയാം. അപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്തത്? രഥസ്ഥാപനം നടത്തിയത്. രഥസ്ഥാപനം നടത്തുമ്പോഴാണ് അർജുനൻ കണ്ടത്. ഈ കാഴ്ചയും നമ്മൾ കണ്ടു. തത്ര പശ്യ സ്ഥിതാൻ പാർത്ഥ പിതൃൻ അത പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീൻ തഥാ ശശുരാൻ സുഹൃദഃ ചയേവ സേനയോഹോ ഉഭയോഹോ അപി താൻ അവേക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ. ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഒരു യോദ്ധാവ് യുദ്ധഭൂമിയിൽ ബന്ധുക്കളെ കാണുന്നു. കാണാൻ പാടില്ലാത്തത് അല്ലേ? ഇന്ത്യൻ ജവാൻ പാകിസ്ഥാനിൽ അങ്ങനെ സിയാച്ചിൽ നിന്നിട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ഒക്കെ അമ്മാവനും വേണ്ടപ്പെട്ടവരും ഒക്കെയാണ്. അങ്ങനെ ഉണ്ടാവും. പിന്നെ അർജുനൻ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാഴ്ച നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ്? പിതൃൻ, പിതാക്കള്. ആദ്യം തന്നെ കുഴപ്പമുള്ള കേസാണ് പിതാക്കന്മാർ. അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ദ്രനാണ് മൂപ്പരുടെ അച്ഛൻ. ഇല്ല. പിന്നെ അച്ഛന് സമനായിട്ടുള്ള പാണ്ഡു ഉണ്ടോ? അതും ഇല്ല. പിന്നെ ആരാ ഉള്ളത്? അച്ഛൻ എന്ന് പറയാൻ പറ്റുന്ന ആരുമില്ല. പിതാമഹാൻ ബഹുവചനാണ്. മുത്തശ്ശന്മാർ ഒരാളേ ഉള്ളൂ. പിന്നെ ജനിക്കാത്ത കുട്ടികളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അഭിമന്യുവിനെയൊക്കെ കണ്ടു എന്നാ പറയുന്നത്. 5 തലമുറയെ അർജുനൻ കാണുന്നുണ്ട്. അപ്പൊ അർജുനൻ കണ്ടത് എന്താണെന്ന്? അർജുനൻ വേറെ എന്തോ ആണ് കണ്ടത്. അവിടെ ചോദ്യം വളരെ നമ്മൾ ആ സമയത്ത് വിസ്തരിച്ച് തന്നെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് മനസ്സിലാക്കാൻ. കാരണം ആരാണ് അർജുനനോട് കാണാൻ പറഞ്ഞത്? ഭഗവാനാണ് പറഞ്ഞത്. ഭഗവാൻ കണ്ടോളാൻ പറയുമ്പോൾ അത് മോശാവില്ല എന്ന് പറയുക. നോക്കാൻ പറഞ്ഞു. പശ്യ എന്ന് പറഞ്ഞു. കണ്ടോളൂ എന്ന് പറഞ്ഞു. ഒറ്റ കാണലായിരുന്നു. 1-ാം അധ്യായത്തിലും ഈ ഒരു കാഴ്ചയുണ്ട്. പിറകിലേക്കും മുൻപിലേക്കും ഒക്കെ അർജുനൻ കണ്ടു. ഈ കാഴ്ചയാണ് അർജുനനെ തളർത്തുക എന്ന് പറഞ്ഞാൽ അർജുനനിൽ ആകെ സംശയത്തെ സൃഷ്ടിക്കുന്നു. ഇത് അവിടെ പറയുന്നു, കൃപയാ പരയാവിഷ്ട വിഷീതൻ ഇതം അബ്രവീത്. ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ അർജുനൻ നമ്മൾ പറയില്ല, അർജുനൻ ഫ്ലാറ്റ്.
ഭഗവാൻ അറിയാം ഇവനെന്തോ വലിയൊരു കാര്യത്തിലായിരുന്നു ചോദിച്ചത്, കാണിച്ചു കൊടുത്തു എന്ന് അറിയാം. അവിടുന്ന് ഗീത ഒരു എന്താ പറയാ വഴി മാറുക എന്നല്ല, അത് അതിന്റെ വഴിയിലേക്ക് അങ്ങനെ വരുന്നു. പിന്നെ അർജുനന്റെ ഈ ഒരു കാഴ്ച കണ്ടതോടുകൂടി അർജുനൻ പഠിച്ചതും അർജുനൻ കേട്ടതും, പിന്നെ അർജുനൻ ധർമ്മത്തെക്കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ, ധർമ്മശാസ്ത്രത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഉപനിഷത്തുകളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതിലെ ശ്രുതിയെയും സ്മൃതിയെയും എല്ലാം എടുത്ത് ഭഗവാന്റെ മുൻപിൽ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നു. കുലധർമ്മത്തെക്കുറിച്ച്, കുലത്തിന്റെ ആചാരങ്ങളെക്കുറിച്ച്, ആചാരങ്ങൾ ഇല്ലാതെ പോയാൽ എന്തൊക്കെ സംഭവിക്കും ഇത്യാദി കാര്യങ്ങളെ മുഴുവൻ, മിശ്രം സംഭവിച്ചാൽ എന്ത് നടക്കും, ഭാവി സന്താനങ്ങൾ അതുകൊണ്ട് എങ്ങനെ ദുഷിക്കും ഇത്യാദി കാര്യങ്ങൾ മുഴുവൻ അർജുനൻ പോരട്ടെ ഇങ്ങോട്ട് എന്ന് ഭഗവാനും കരുതി എന്ന് പറയാം. വളരെ ശാന്തനായിട്ട് ഭഗവാൻ അതൊക്കെ ശ്രവിച്ചു. 2-ാം അധ്യായത്തിലും അർജുനൻ എന്താ പറയാ, ഭഗവാൻ എന്ത് ചെയ്തു, ഇതാണ് 1-ാം അധ്യായത്തിന്റെ കാതലായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എല്ലാം നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു റിവിഷൻ എന്നുള്ള നിലയ്ക്ക് ഇത്ര മതി എന്ന് തോന്നുന്നു 1-ാം അധ്യായം. അങ്ങനെ പിന്നെ അർജുനൻ ഭഗവാനോട് പറഞ്ഞു അവസാനം, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. അതും പറഞ്ഞു മൂപ്പര് എന്താ പറയാ, എല്ലാം താഴെ വെച്ചു, അവിടെ തേർത്തട്ടിൽ അങ്ങോട്ട് ഇരുന്നു. ഇനി എന്തെങ്കിലും പറ്റുമെങ്കിൽ നോക്കാൻ എന്ന മട്ടിൽ.